ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. സി.വി. നിർമ്മല എഴുതിയ നോവൽ സായുജ്യം. അധ്യായം 26. വിമല എങ്ങനെ സത്യാവസ്ഥകൾ മനസ്സിലാക്കി എന്നതായിരുന്നു വീട്ടിലുള്ളവരുടെ അമ്പരപ്പ്. വിമലയെ ഒന്നും അറിയിക്കാതെ രഹസ്യമാക്കി വയ്ക്കുവാൻ അവർ പരമാവധി ശ്രദ്ധിച്ചിരുന്നു. വിമല എല്ലാം മനസ്സിലാക്കിയ നിലയ്ക്ക് തന്ത്രപൂർവമായ സമീപനമാണ് ഇനി നന്നെന്ന് മാധവിയമ്മയ്ക്ക് മനസ്സിലായി. വിമല തനിച്ചായിരുന്ന നേരത്ത് അവർ അവളെ സമീപിച്ചു. മോളെ, നീ എന്ത് തീരുമാനിച്ചു? എൻ്റെ തീരുമാനം പറഞ്ഞല്ലോ. എടി, അവൾക്ക് അങ്ങനെയൊരു അബദ്ധം പറ്റിപ്പോയി. ഇനിയുള്ള വരും വരായിക നമ്മൾ നോക്കണ്ടേ? അബദ്ധമോ? നാട്ടുകാരും വീട്ടുകാരും കണ്ടു പിടികൂടിയതുകൊണ്ട് അബദ്ധം. ആരുമറിയാതെ എത്ര അബദ്ധങ്ങൾ കഴിഞ്ഞുവെന്ന് അമ്മ അവളോട് ചോദിച്ചോ? അവളുടെ മനസ്സാകെ തകർന്നിരിക്കുക. ആരുടെ കുറ്റം കൊണ്ട്? അതൊക്കെ ഇനി ചോദിക്കുകയും പറയുകയും ചെയ്യാമെന്നല്ലാതെ വല്ല ഗുണവുമുണ്ടോ? എന്തായാലും ഞായറാഴ്ച അവർ വരട്ടെ. ഞായറാഴ്ച ഉണ്ണികൃഷ്ണൻ്റെ ആൾക്കാരെത്തി. ജാതകവും പൊരുത്തവുമെല്ലാം പരിശോധിച്ച് തൃപ്തിപ്പെട്ടു. മുഹൂർത്തം നിശ്ചയിക്കണം. അതിനു മുൻപ് സ്ത്രീധന തുക ഒന്നുകൂടി ഒത്തുവരണം. തുക കൈമാറണം. തുകയെക്കുറിച്ച് പരാമർശമുണ്ടായപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ അമ്മാവൻ പറഞ്ഞു, തുകയൊക്കെ നേരത്തെ തീരുമാനിച്ചതല്ലേ? തീരുമാനിച്ച തുക വളരെ കൂടുതലായിപ്പോയി, വിമല പറഞ്ഞു. ഒരു സ്ത്രീ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് സുഖിക്കാത്തതുപോലെ അയാൾ വിമലയെ നോക്കി. നിങ്ങളിത് ഉഴപ്പാൻ നോക്കുകയാണോ? അല്ല, തുകയെക്കുറിച്ച് ഒരു പുനഃപരിശോധന വേണം. 1,00,000 കൂടുതലാണ്. ന്യായമായ ഒരു ധാരണയിൽ പോകാം. തുകയിൽ ഇളവില്ല. 1,00,000 വാങ്ങി കെട്ടാനുള്ള യോഗ്യത ഉണ്ണികൃഷ്ണനുണ്ടോ? സ്വന്തം വീടില്ല, പുരയിടമില്ല, ജോലിയില്ല, ഒന്നുമില്ല. ആ സ്ഥിതിക്ക് നിങ്ങളിങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത് മോശമാ. കല്യാണം വേണ്ടെന്ന് വെച്ചേക്കാം. അതൊരു ഭീഷണിയല്ലേ? എൻ്റെ അനിയത്തിക്ക് ഒരു ദുഷ്പേരുണ്ടായി. നിങ്ങളുടെ ചെറുക്കനും എൻ്റെ അനുജത്തിയും ഇതിലൊരേപോലെ തെറ്റുകാരാണ്. പക്ഷെ പെണ്ണിൻ്റെ ഭാവിയെ മാത്രമേ ദുഷ്പേര് കാര്യമായി ബാധിക്കൂ എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുകയല്ലേ? 1,00,000-ഉം 2,00,000-ഉം ഒക്കെ പറഞ്ഞ്. കണ്ട ആണുങ്ങളുടെ കൂടെ ചാടിപ്പോയി വേണ്ടാധീനം കാണിക്കുന്ന പെണ്ണിനെ വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. പണമില്ലെങ്കിലും മാനവും തറവാടിത്തവും ഉള്ളവരാ ഞങ്ങൾ. ഉണ്ണിയുടെ നിർബന്ധം കൊണ്ടാ. വല്ല തരത്തിലും കെട്ടിയേറ്റാക്കാമെന്ന് സമ്മതിച്ചപ്പോൾ കണക്ക് പറയുന്നോ? ഞങ്ങളുടെ പെണ്ണിൻ്റെ കൂടെ കണ്ട ആണ് മാനവും തറവാടിത്വമുള്ള നിങ്ങളുടെ കുടുംബത്തിലെ ചക്കനാണല്ലോ. ആണുങ്ങൾക്ക് ഈ വേണ്ടാധീനം ഒട്ടും ബാധകമല്ലേ? ഛായ്, പെണ്ണുങ്ങളോട് വാദിക്കാൻ ഞാനില്ല. വിവരമില്ലാത്ത വർഗം. ഇവിടെ ആണുങ്ങളാരുമില്ലേ? ഏയ് മൂപ്പിന്നെ, എൻ്റെ അനുജത്തിയെ നിങ്ങളുടെ ചെറുക്കൻ പ്രലോഭിപ്പിച്ച് അവളുടെ പേര് ചീത്തയാക്കിയിട്ട് അതിൽ നിന്നും മുതലെടുക്കാൻ ഇവിടുത്തെ ഒരാണും പെണ്ണും സമ്മതിക്കുകയല്ല. ഗംഗാധരൻ അപമാനിക്കാനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? വിമലേ, ഇവിടെ വാ. മാധവിയമ്മ അകത്തു നിന്ന് വിളിച്ചു. വിമല വീണ്ടും എന്തോ പറയാൻ ഭാവിച്ചു. പെട്ടെന്ന് മാധവിയമ്മ ഇറങ്ങി വന്ന് അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അനില ചുമരും ചാരി നിന്ന് ചിണുങ്ങിക്കരയുന്നുണ്ട്. എടി മോളെ, അവർ ചോദിക്കുന്ന തുക കൊടുക്കാമെന്ന് സമ്മതിക്ക്. നേരത്തെ ഞങ്ങൾ വാക്കു കൊടുത്തതാ. നീ ഈ പെണ്ണിൻ്റെ ജീവിതം തകർക്കല്ലേ. അമ്മേ, എവിടെ പണം? നീ ഉണ്ടാക്കണം. ഉണ്ടാകില്ല. ഈ കല്യാണം നടന്നില്ലെങ്കിൽ വേണ്ട. ഇവൾക്ക് ആ നട്ടലില്ലാത്ത നാണം കെട്ടവനേക്കാൾ നല്ല ഭർത്താവിനെ ഞാൻ തേടിക്കൊടുത്തോളാം. എടി, മാധവിയമ്മ അവളെ വലിച്ച് മുറിയുടെ മൂലയിലെത്തിച്ചു. അനിലയ്ക്ക് വയറ്റിലുണ്ടോന്ന് ഒരു സംശയം, അതുകൊണ്ടും കൂടിയാ. വിമല അമ്മയെ തുറച്ചു നോക്കി. പിന്നെ പുച്ഛിച്ചു ചിരിച്ചു. മോൾക്ക് ചോദിക്കാതെയും പറയാതെയും എവിടെയും പോകാനും എപ്പോൾ വേണമെങ്കിലും കയറി വരാനും അനുവാദം കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഒന്നുകൂടി ചെയ്യാമായിരുന്നു. വല്ല ഗർഭനിരോധന ഉപാധികൾ കൂടി അവളുടെ ബാഗിൽ വെച്ച് കൊടുക്കാമായിരുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ അമ്മമാരങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. കന്നത്തരം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ കരണം ഞാൻ അടിച്ചു പൊളിക്കും. പ്രായമൊന്നും നോക്കില്ല, പറഞ്ഞേക്കാം. വിമലയ്ക്ക് പിന്നെ വഴങ്ങുകയെ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. ഒരു വ്യവസ്ഥ അവൾ മുൻപോട്ട് വെച്ചു. 50,000 തൽക്കാലം കൊടുക്കാനൊക്കൂ. ബാക്കി 1 വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കും. കുറേ തർക്ക വിതർക്കങ്ങൾക്ക് ശേഷം വരൻ്റെ ആളുകൾ ഈ വ്യവസ്ഥ അംഗീകരിച്ചു. മുഹൂർത്തം നിശ്ചയിക്കലും പണം കൈമാറ്റവും നടന്നു. വരൻ്റെ ആൾക്കാർ സന്തോഷമായി പിരിഞ്ഞുപോയി. അനിലയ്ക്ക് പിടിച്ചിടം നേടിയതിൻ്റെ ആഹ്ലാദം. വീട്ടിലെല്ലാവർക്കും ആകെ ഒരു ആശ്വാസം. വിമലയുടെ മനസ്സ് മാത്രം കനത്തു നിന്നു. അച്ചുമാമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, നിന്റെ വീട്ടുകാർ ചെയ്തത് മോശമായെങ്കിലും നീ ചെയ്തത് നന്നായി. പണം മുഴുവൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് അവനവളെ തള്ളിപ്പറഞ്ഞാലോ? നിന്റെ അനുജത്തി അത്ര മോശക്കാരിയൊന്നുമല്ല. വിമല മോളെ, നിനക്കെന്താ മോളെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? എല്ലാവർക്കും സന്തോഷമാണ് അമ്മാമ്മേ. മുഖം എൻ്റെ തോളിലേറ്റിയിട്ട് അവർ ചിരിച്ചു രസിക്കുന്നു. 50,000 കൊടുത്തു.
ബാക്കി 50,000 കൊടുക്കേണ്ട ചുമതലയും എനിക്ക് തന്നെയല്ലേ? എന്തു ചെയ്യാനാ? കൊടുക്കാമെന്ന് പറഞ്ഞു പോയില്ലേ? നീ വരുന്നതിനു മുൻപേ വാക്കു കൊടുത്തു. ചുമട് താങ്ങിയുള്ളപ്പോൾ വാക്കിനും വാശിക്കും ഇളവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ വിഷമം അതല്ല. ആ ഉണ്ണികൃഷ്ണൻ്റെ വീട്ടുകാർ നമ്മളെ ഏതാണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയല്ലായിരുന്നോ? വേലയും കൂലിയും ആണത്വവുമില്ലാത്തവൻ്റെ കയ്യിൽ ലക്ഷം രൂപയും പെണ്ണിനെയും കൊടുക്കേണ്ടി വന്നല്ലോ. അത്രയും തുക കൊടുത്ത് ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടാണ് കെട്ടിക്കുന്നതെങ്കിൽ സമാധാനമുണ്ടായിരുന്നു. ഈ പണം അവരെല്ലാം കൂടി തൂവിക്കളയുകയല്ലേ ഉള്ളൂ. എന്തു ചെയ്യാം? വന്നു പോയില്ലേ, താങ്ങാതെ പറ്റുമോ? ഞാൻ എല്ലാവരെയും വെറുത്തു പോകുമോന്നാ എൻ്റെ പേടി. വീടിനെ, നാടിനെ, എന്നെപ്പോലും വീട്ടിലേക്ക് വരണമെന്ന് തോന്നാറേയില്ല. ആർക്കുമില്ലല്ലോ സ്നേഹം. ഞാനും അത് മറന്നു തുടങ്ങി സ്നേഹിക്കാൻ. നീ വിചാരിക്കുന്നിടത്തോളം എല്ലാവരുടെയും മനസ്സ് വറ്റി വരണ്ടിട്ടില്ല. സ്വാർത്ഥത മുൻപിൽ നിൽക്കുമെന്നേയുള്ളൂ. വിമല വിദൂരതയിലേക്ക് നോക്കി. അമ്മാമ്മയും ശ്രീരഞ്ജിനിയെയും കാണുമ്പോഴാ മനസ്സിനൊരു തണുപ്പ്. അച്ചുനായർ അനുകമ്പയോടെ അവളെ നോക്കി നിന്നു. അനിലയുടെ വിവാഹം വീട്ടുകാർ ആഗ്രഹിച്ചതുപോലെ ഭംഗിയായി നടന്നു. അനില ഭർതൃഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. വിമല ഗൾഫിലേക്ക് മടങ്ങാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു. പോകുന്നതിനു മുൻപ് ഉണ്ണികൃഷ്ണൻ്റെ വീട്ടുകാർക്ക് കൊടുക്കേണ്ട 50,000 രൂപ എത്രയും വേഗം ഉണ്ടാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാധവിയമ്മ 4-5 തവണ വിമലയോട് പ്രസംഗിച്ചു. വിമലയെ യാത്രയയക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ അനിലയും ഭർത്താവും വന്നിരുന്നു. ട്രെയിൻ പുറപ്പെടും മുമ്പ് അനില ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ചേച്ചി, എത്രയും വേഗം 50,000. ഉണ്ണികൃഷ്ണനും ഒന്ന് സൂചിപ്പിച്ചു. മറ്റേ കാര്യം മറക്കല്ലേ. വേദനയോടെ ഒന്ന് മൂളുക മാത്രം ചെയ്തു. വിമലയാണ് അബുദാബിയിൽ ആദ്യമെത്തിയത്. അമ്മണി വന്നു ചേർന്നിട്ടില്ല. അവൾ വരാൻ ഇനിയും ഒരാഴ്ച വൈകും. തനിയെ ആയപ്പോൾ വിമലയ്ക്ക് ബോറടിച്ചു. വെള്ളിയാഴ്ച ദിവസം കൃഷ്ണദാസിൻ്റെ വീട്ടിൽ പോയി. പ്രമീള ചേച്ചിയോടും കുട്ടികളോടുമൊപ്പം കുറേ സമയം ചെലവഴിച്ചു. പിന്നെ മടങ്ങിപ്പോന്നു. ആദ്യമായി തനിയെ ബീച്ചിൽ പോയി. തെരുവുകളെല്ലാം ഏറെക്കുറെ പരിചിതമായി കഴിഞ്ഞു. കടൽക്കാറ്റേറ്റ് ബീച്ചിൽ ഏറെ സമയമിരുന്നു. പല ചിന്തകൾ. കടലിൻ്റെ ഇരുമ്പുന്ന അപാരതയിലേക്ക് നോക്കിയിരിക്കെ ഒരു മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരതയും അതേസമയം തന്നെ മഹത്വവും ഉള്ളിൻ്റെ ഉള്ളിൽ സ്പഷ്ടമായിക്കൊണ്ടിരുന്നു. രാജ്യങ്ങൾ, ജനതകൾ, സ്വകാര്യ ദുഃഖങ്ങൾ, കടൽക്കരയിലെ മണൽത്തരിയുടെ നൊമ്പരങ്ങളും പരാതികളും. അത്രയല്ലേ ഉള്ളൂ. വിമലയല്ലേ ഇത്? പരിചിതമായി സ്വരം കേട്ട് അവൾ തിരിഞ്ഞു. പ്രതാപൻ. അവൾ പെട്ടെന്ന് എണീൽക്കാൻ ശ്രമിച്ചു. ഭവ്യതയൊന്നും വേണ്ട, അവിടെ ഇരിക്കുക. ഞാനും ഇരിക്കുകയാണ്. പ്രതാപൻ അവൾക്കരികിലായി ഇരുന്നു. ഞാനെന്ന് സാരാ കോർണിഷ് മുറിച്ചു കടന്നിട്ടുണ്ടോ? അന്നെല്ലാം പ്രതാപനെ കണ്ടിട്ടുണ്ട്. ഇവിടെന്താ സ്ഥിരതാമസമാണോ? കടലാണ് മിക്കപ്പോഴും ഒരഭയം. ലോകത്തെ എല്ലാവരോടും പിണങ്ങി മാറിയിരിക്കാൻ പറ്റിയ ഒരിടം. ഇവിടെ ഈ കടലിന് മുൻപിൽ വന്നിരിക്കുമ്പോൾ മനുഷ്യൻ്റെ മോഹത്തിനും ദുഃഖത്തിനും ക്രോധത്തിനും ഒരു വിലയുമില്ലെന്നാകും. എല്ലാത്തരം അനുഭവങ്ങളും അനുഭൂതികളായി മാറുന്ന ജാലവിദ്യയും ഇവിടെ തന്നെ. വിമലയ്ക്ക് നന്നേ രസിച്ചു. വിമല തനിച്ചാണോ? അതെ, അമ്മണി നാട്ടിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. നന്നായി. വിമലയ്ക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാമല്ലോ. വിമല അകാരണമായി പരിഭ്രമിച്ചു. തിരകളുടെ താളവും ഇരമ്പലും നെഞ്ചിലേക്ക് കടന്ന പോലെ. പ്രതാപൻ ഇരു കൈകൊണ്ടും മണൽ വാരി വിരലുകൾക്കിടയിലൂടെ ചോർത്തിക്കളഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി ഇല്ലേ? പ്രതാപൻ ചോദിച്ചു. ഉവ്വ്. ആദ്യം കണ്ടപ്പോൾ തന്നെ പേരും രൂപവും മനസ്സിൽ കുറിച്ചിട്ടതാണ്. നേരം പോക്കിനല്ല, എന്നാൽ പ്രതീക്ഷയോടെയുമല്ല. പലപ്പോഴും വിമലയോട് തുറന്നു പറയണമെന്ന് വിചാരിച്ചു. കത്തെഴുതാൻ തുനിഞ്ഞ അവസരങ്ങളുമുണ്ട്. പക്ഷേ കാലമായില്ലായിരുന്നു. അതുകൊണ്ട് മനസ്സിലടക്കി വെച്ചു. ബദ്ധപ്പാടുകളൊക്കെ തീർന്നിട്ട് മനസ്സിൽ സ്വപ്നം ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ സന്ദർഭമായി എന്ന് തോന്നുന്നു. എൻ്റെ കെട്ടുപാടുകളൊക്കെ ഞാൻ അഴിച്ചുവെച്ചു. ഹൃദയത്തിൽ കിനാവ് ബാക്കിയാണ്. എന്താ, നമുക്കൊന്നിച്ചു ജീവിച്ചാൽ? യാതൊരു ഭാവാന്തരങ്ങളുമില്ലാതെ അയാൾ ചോദിച്ചു. ഒരു ചായ കുടിച്ചാലെന്താ എന്ന് ചോദിക്കും പോലെ. ഇതൊരു സാധാരണ ചോദ്യമാണ്. വിമല ഒട്ടും ചൂളേണ്ട കാര്യമില്ല. ഒരാണിന് പെണ്ണിനോട് തോന്നുന്ന പ്രാഥമിക വികാരം മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ളൂ. എനിക്ക് വിമലയുടെ ശരീരം ഇഷ്ടമായി. മനസ്സ് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. വിമലയ്ക്ക് ചുമ്മാ മറുപടി പറയാം. യെസ് ഓർ നോ. വിമല തെല്ലമ്പരപ്പോടെ അയാളെ തുറച്ചു നോക്കി. എനിക്ക് ചക്കരവാക്കൊന്നും പറയാനില്ല വിമലെ. നമുക്കൊന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. ഒന്നിച്ചു കിടന്ന് അന്തി ഉറങ്ങാം, സ്നേഹിക്കാം, വെറുക്കാം, കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു വളർത്താം. ദുരന്തമൊന്നും സംഭവിച്ചില്ലെങ്കിൽ പ്രായം ചെന്ന് കിഴവനും കിഴവിയുമായി ചാവാം. വിമല കടലിൻ്റെ അപാരതയിലേക്ക് കണ്ണു നട്ടു.
കൺമുന്നിലെ കടലിനേക്കാൾ പ്രക്ഷുബ്ധമാവുകയായിരുന്നു അവളുടെ മനസ്സപ്പോൾ. അധ്യായം 27. അമ്മിണി തിരിച്ചെത്തി. നാട്ടുവിശേഷങ്ങളൊക്കെ വിമലയോട് വിശദീകരിച്ചു പറഞ്ഞു. വിമല തൻ്റെ വിശേഷങ്ങളും വിവരിച്ചു കേൾപ്പിച്ചു. ലൈറ്റണച്ച് കിടന്നാണ് സംഭാഷണം. ഒരേ മുറിയുടെ 2 ഭിത്തികളോട് ചേർത്തിട്ട കത്തിൽ പരസ്പരം കാണാൻ വയ്യ. എന്നാലും സംസാരിക്കുമ്പോൾ ആളെ കാണാമെന്ന് തോന്നും. വിമല ബീച്ചിൽ വെച്ച് പ്രതാപനെ കണ്ട കാര്യം പറഞ്ഞു. അയാൾ വിവാഹ അഭ്യർത്ഥന നടത്തിയത് അതേപടി പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? അമ്മിണിയുടെ ചോദ്യം. എനിക്കൊന്നും പറയാനില്ലായിരുന്നു എന്നതാ സത്യം. ചുമ്മാ മൂളാൻ മേലായിരുന്നോ? പ്രതാപൻ എന്താ കുറവ്? നല്ല ജോലി, നല്ല ശമ്പളം. കേട്ടിടത്തോളം ജീവിതത്തെ സംബന്ധിച്ച് അയാളുടെ വിശ്വാസപ്രമാണം നേരെ വാ നേരെ പോ എന്നതാണ്. അങ്ങനത്തെവരെ വിശ്വസിക്കാൻ വിമലേ. അവരൊരിക്കലും വാക്കും തീർപ്പും മാറ്റുകയില്ല. ഞാൻ അയാളെ പ്രേമിക്കാൻ പോകണമെന്നാണോ അമ്മിണി പറയുന്നത്? എന്നൊന്നും ഞാൻ പറയുകയില്ല. ഇനി കാണുമ്പം നീ അയാളോട് പറ, ഒന്നിച്ച് ജീവിക്കാൻ പൂതിയാണെങ്കിൽ അടുത്ത അവധിക്ക് നാട്ടിൽ പോകുമ്പം ഒരു താലിച്ചരടും വാങ്ങിച്ചോണ്ട് നിന്റെ വീട്ടിലോട്ട് വരാൻ. വിമല ഒന്നും മിണ്ടിയില്ല. ഗോപികൃഷ്ണനെ ഓർത്തു. എന്നോ കണ്ട പാഴ്ക്കിനാവ്. ഏകാന്തമായ സ്റ്റേഡിയത്തിന് മധ്യത്തിലൂടെ സ്നേഹശൂന്യതയുടെ അനന്തതയിലേക്ക് തനിച്ച് നടന്നു പോകുന്ന രൂപം. കാലം എത്ര കഴിഞ്ഞു? അങ്ങനെ തോന്നുകയാണ്. ഗോപികൃഷ്ണന് കുട്ടികൾ ജനിച്ചിട്ടുണ്ടാകും. താനല്ലാതെ വേറാരും ഈ ജന്മം ഗോപികൃഷ്ണന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കില്ലെന്ന് വീറും വാശിയും പറഞ്ഞ നാളുകൾ ഇന്നത് ഭോഷത്വമായിട്ടേ തോന്നുന്നുള്ളൂ. ആദ്യ പ്രേമത്തിൻ്റെ ചൂരും ചൂടും ആവേശഭരിതമായ ആത്മാർത്ഥതയും ആദർശപുഷ്ടിയുള്ള സങ്കല്പങ്ങളും. ജീവിതം ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ചെയ്തതെല്ലാം ബാലിശം, ചെയ്യാനിരിക്കുന്നതോ മഹത്തരവും. മരണത്തിന് തൊട്ടു മുൻപും ഇങ്ങനെയാവാം. പ്രതാപന് എന്താണൊരു മറുപടി നൽകേണ്ടത്? ചിന്തകൾ ചുറ്റിത്തിരിഞ്ഞ് അവിടെ തന്നെ വന്നു. പ്രതാപൻ അഭികാമ്യനാണ്. ഒരു ഭാര്യയും അമ്മയുമാവുകയെന്നത് തൻ്റെ ജന്മസാക്ഷാത്കാരവും. അതിനൊരു ഭർത്താവ് കൂടിയേ തീരൂ. പ്രതാപനല്ലെങ്കിൽ മറ്റൊരാൾ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് പ്രതാപനായിക്കൂടാ? അത്രയും ചിന്തിച്ചപ്പോഴേക്കും വിമലയ്ക്ക് കുറച്ചിൽ തോന്നി. അവൾ മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിട്ടു. പിന്നീട് അവൾ പ്രതാപനെ ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് കണ്ടത്. അത് കരുതിക്കൂട്ടിയുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു. ഒരു ദിവസം പ്രമീള വിമലയ്ക്ക് ഫോൺ ചെയ്തു. വെള്ളിയാഴ്ച വീട്ടിലേക്ക് വരണമെന്ന് ക്ഷണിച്ചു. എന്താ വിശേഷം ചേച്ചി? വിമല തിരക്കി. വിശേഷം വന്നിട്ട് പറയാം. അമ്മിണിയെ കൂടി കൂട്ടിക്കോ, നിന്റെ ബോഡിഗാർഡല്ലേ. വിമല അമ്മിണിയോട് വിവരം പറഞ്ഞു. അമ്മിണി എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. വെള്ളിയാഴ്ച ദിവസം 2 പേരും കൂടി കൃഷ്ണദാസിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ കൃഷ്ണദാസും പ്രമീളയും അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവർ അമ്മിണിയെയും വിമലയെയും സ്വീകരിച്ചിരുത്തി. ഇന്നുച്ചയ്ക്ക് ലഞ്ച് ഇവിടെ, പ്രമീള മുൻകൂട്ടി അറിയിച്ചു. എന്താ വിശേഷം? ഒരാളുടെ പിറന്നാൾ. ആരുടെ? ആളിങ്ങെത്തിയിട്ടില്ല. ആരാ കക്ഷി? പ്രതാപൻ. എന്തിനെന്നറിയാതെ വിമലയുടെ മുഖം ചുവന്നു. പ്രതാപൻ്റെ പിറന്നാൾ എന്താ ഇവിടെ വെച്ച്? അതോ ദാസേട്ടൻ ഒപ്പിച്ച പണിയാ. അവർ തമ്മിൽ എവിടെയോ വെച്ചു കണ്ടു. സംഭാഷണത്തിനിടയിൽ എങ്ങനെയോ പിറന്നാളും കടന്നുകൂടി. മൂപ്പരുടനെ പ്രതാപനെ ഇങ്ങോട്ട് ക്ഷണിച്ചു. ഇവിടെ വെച്ച് പിറന്നാൾ ആഘോഷിക്കാമെന്ന്. അതിന് ഞങ്ങളെ എന്തിനാ വിളിച്ചത്? അമ്മിണി ചോദിച്ചു. അത് പ്രതാപൻ പറഞ്ഞിട്ട്. പ്രതാപന് നിങ്ങളെ 2 പേരെയും വലിയ കാര്യമാണ്. നിങ്ങളുടെ കാര്യം എപ്പോഴും പറയും. അയാളോട് ഏറ്റവും അടുപ്പമുള്ള നിങ്ങൾ കൂടി പിറന്നാൾ ആഘോഷത്തിന് വേണമെന്ന് അയാൾ ഒറ്റ ശാഠ്യം. ഇതൊരു ഗൂഢാലോചനയാണല്ലേ? എന്നെ ഇതിനിടയ്ക്ക് എന്തിനു പിടിച്ചിട്ടു? കൃഷ്ണദാസിൻ്റെ മുഖത്തൊരു ചമ്മൽ. അപ്പോഴേക്കും പ്രതാപൻ്റെ സ്കൂട്ടറിൻ്റെ ശബ്ദം കേട്ടു. പ്രതാപൻ കൂടി വന്നതോടെ സംഭാഷണം മറ്റു വിഷയങ്ങളിലേക്ക് തിരിഞ്ഞു. ഉച്ചയൂണ് കഴിഞ്ഞ് വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രമീളയാണ് പ്രധാന വിഷയം എടുത്തിട്ടത്. നിങ്ങളുടെ വിവാഹാലോചനയൊക്കെ എത്തറ്റമായി? പ്രതാപനെയും വിമലയെയും മാറി മാറി നോക്കിക്കൊണ്ടാണ് ചോദ്യം. വിമലയുടെ മുഖം ചുവന്നു തുടുത്തു. ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന അർത്ഥത്തിൽ അമ്മിണിയെ നോക്കി. പ്രതാപന് കൂസലൊന്നും കണ്ടില്ല. ഞാൻ വിമലയോട് നേരിട്ട് കാര്യം പറഞ്ഞു. മറുപടി കിട്ടിയിട്ട് വേണ്ടേ പുരോഗമിക്കാൻ? വിമല എന്താ മറുപടി കൊടുക്കാത്തത്? പ്രമീള ചോദിച്ചു. തീരുമാനമാകാത്തതുകൊണ്ട്. ഇതിൽ നാണിക്കാനും ചൂളാനും ഒന്നുമില്ല. നമുക്ക് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം. ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ലെന്നും ഇഷ്ടമായത് ഇഷ്ടമാണെന്നും പറയുന്നതിൽ നിന്ന് തുടങ്ങാം. കൃഷ്ണദാസ് പറഞ്ഞു. എൻ്റെ കാര്യം ആദ്യം പറയാം. പ്രതാപൻ ആരംഭിച്ചു. 3-4 വർഷം മുൻപ് ഞാനൊരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു. അവളെ കൂടെ വിളിക്കാനുള്ള ഒരുക്കങ്ങൾക്ക് 4 വർഷമെടുത്തു. ഇപ്പോൾ ഏറെക്കുറെ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് തിടുക്കമാണ്. എങ്കിലും എന്നെ നിരാശനാക്കണ്ട എന്ന് കരുതി
വിമല ഇതിന് സമ്മതിക്കണ്ട. 4 വർഷം കാത്തൊരുങ്ങിയെന്ന് പറഞ്ഞത് 100% വിമലയെ പ്രതീക്ഷിച്ചല്ല, നേരിയൊരു പ്രതീക്ഷ. വിമലയല്ലെങ്കിൽ വേറൊരാൾ. എന്തായാലും വിമല നിമിത്തം. വിമലയെയും അമ്മിണിയെയും നോക്കിയിട്ട് പ്രതാപൻ തുടർന്നു. കുറെ കെട്ടും കുരുക്കും ഏച്ചുകെട്ടുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർക്കാനെടുത്ത കാലയളവാണ് 4 വർഷം. ഗൾഫ് രാജ്യങ്ങളിൽ വന്ന് ജോലിയെടുക്കുന്നവർക്കെല്ലാം തന്നെ കാണുമല്ലോ കടമകളും ബാധ്യതകളും ധാരാളം. 100 അംഗങ്ങളുള്ള കുടുംബമാണെങ്കിലും അവരെയെല്ലാം പോറ്റാനുള്ള വരുമാനം ഒരുത്തിനുണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി 99 അയാളെ മാത്രം ആശ്രയിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ തുടങ്ങും. സകലരും തന്നെത്താൻ നിസ്സഹായത്വം പ്രഖ്യാപിക്കുകയാണ് പിന്നെ. അതുപോലെ ചിലതൊക്കെ എൻ്റെ കാര്യത്തിലുമുണ്ടായി. എല്ലാം പരിഹരിച്ചുവെന്നല്ല, എങ്കിലും നീ വേല ചെയ്തുണ്ടാക്കുന്ന പണം ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്ന് പറഞ്ഞ് പിടിച്ചു പറിക്കാൻ ആരും ഇനി വരില്ല. ഒരു കുടുംബം പോറ്റാം. കുഞ്ഞുങ്ങളുണ്ടായാൽ അവർക്ക് വേണ്ടി വല്ലതും മിച്ചം വയ്ക്കുകയും ചെയ്യാം. അതാണെൻ്റെ സ്ഥിതി, അയാൾ അവസാനിപ്പിച്ചു. പക്ഷേ വിമലയുടെ കെട്ടുപാടുകൾ ഇനിയും തീർന്നിട്ടില്ല. വീട്ടുകാർക്ക് അവളെന്നും കാമധേനുവാണ്. കറവ നിർത്താൻ അവർ തയ്യാറില്ലെന്ന് ചുരുക്കം. അമ്മിണി പറഞ്ഞു, കല്യാണത്തിനത് തടസ്സമാകുമോ? നമുക്കൊരു ടൈം ടേബിൾ വയ്ക്കാം. ഒന്നുകിൽ വിമല ഇത്ര വർഷത്തെ വേലക്കൂലി കൂടി വീട്ടിലെത്തിക്കേണ്ടതുണ്ട് എന്ന് നിശ്ചയിക്കുക. അതെത്ര വർഷമാണോ അത്രയും വർഷത്തെ സമ്പാദ്യം വീട്ടിൽ കൊടുത്തുകൊള്ളട്ടെ. അതല്ലെങ്കിൽ വീട്ടിലേക്ക് കൊടുക്കേണ്ട ഒരു തുക നിശ്ചയിക്കുക. ആ തുക കൊടുത്തു തീർക്കാൻ ഞാനും സഹായിക്കാം. അങ്ങനെ പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ പ്രശ്നങ്ങൾ. വിവാഹം ഉടനെ നടക്കട്ടെ. അതിനു മുൻപ് വിമലയ്ക്ക് എന്നെ ഇഷ്ടമാണോ എന്നറിയണമല്ലോ. ഇഷ്ടക്കേടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേക്കു വിമലെ, ഒട്ടും മടിക്കണ്ട. അമ്മിണി പ്രോത്സാഹിപ്പിച്ചു. വിമല അല്പമൊന്നു പരിങ്ങി. ഇഷ്ടക്കേടൊന്നുമില്ല. എന്നുവെച്ചാൽ കൃഷ്ണദാസനത് തൃപ്തികരമായില്ല. എന്നുവെച്ചാൽ എന്നെങ്കിലും എനിക്കും ഒരു ഭർത്താവുണ്ടായേ തീരൂ. അത് പ്രതാപനാകുന്നതുകൊണ്ട് ഒരു വിരോധവുമില്ല എന്ന്. അടിസ്ഥാന പ്രശ്നം പരിഹരിക്കപ്പെട്ടല്ലോ. ഇനി അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. അമ്മിണി പറഞ്ഞു, എൻ്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളല്ലേ? അതുമാത്രമല്ല, സാമ്പത്തിക കടപ്പാടുകൾ ഞാൻ മുൻപേ പറഞ്ഞ ടൈം ടേബിൾ അനുസരിച്ച് നിർവഹിക്കാം. മറ്റുത്തരവാദിത്തങ്ങൾ വിവാഹം കഴിഞ്ഞാലും തീർക്കാവുന്നതല്ലേയുള്ളൂ. രണ്ടിനും വിവാഹം ഒരു തടസ്സമല്ലല്ലോ. അത് ശരിയാണ്. വിമലയുടെ ചേച്ചിമാരാരും വിവാഹം കഴിക്കാതെ നിൽക്കുന്നില്ലല്ലോ. ഒരനുജത്തിയുടെ വിവാഹം കഴിയുകയും ചെയ്തു, പ്രമീള പറഞ്ഞു. എന്നാലും അല്പം സാവകാശം വേണം, വിമല അറിയിച്ചു. വിമലയ്ക്ക് വേണ്ടിടത്തോളം സാവകാശം എടുത്തുകൊള്ളൂ. എനിക്കൊരു വാക്ക് തന്നാൽ മതി. അവിടം മുതൽ എൻ്റെ മനസ്സിലെങ്കിലും വിമല എനിക്ക് ഭാര്യയായിരിക്കും. അടുത്ത അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ വീട്ടിലെല്ലാവരോടും പറയണം. വീട്ടുകാർ തമ്മിൽ ആലോചിക്കണം. അതിനൊക്കെയുള്ള സാവകാശം മതി. അത്രയുള്ളോ? എന്നാൽ സംഗതി നിസാരം. ഇനി മറ്റേ ടൈം ടേബിൾ എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചാൽ മതി, പ്രമീള പറഞ്ഞു. ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ വിമലയ്ക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ. അതെങ്ങനെ വേണമെന്ന് നമുക്ക് കൂട്ടായി ചർച്ച ചെയ്യാം. ചർച്ച തുടങ്ങി. അനിലയുടെ വിവാഹത്തിനും അജയൻ്റെ പഠിപ്പിനും മാതാപിതാക്കളുടെ ജീവിത സുരക്ഷിതത്വത്തിനും വേണ്ടി വന്നേക്കാവുന്ന ഒരു തുകയോ അതുണ്ടാക്കാനുള്ള കാലാവധിയോ ആണ് വിമല നിശ്ചയിച്ചത്. അതിങ്ങനെ അംഗീകരിക്കപ്പെട്ടു. വിമലയുടെ 3 വർഷത്തെ അധ്വാന ഫലം കൂടി വീട്ടിലേക്ക് നൽകുക, അല്ലെങ്കിൽ 2 ലക്ഷത്തോളം രൂപ. 3 വർഷത്തേക്ക് വിമലയുടെ വരുമാനത്തെക്കുറിച്ച് താൻ ഓർക്കുക പോലുമില്ലെന്ന് പ്രതാപൻ പറഞ്ഞു. വിമലയുടെ ഇഷ്ടം പോലെ അത് കൈകാര്യം ചെയ്തു കൊള്ളട്ടെ. അങ്ങനെ അത് തീരുമാനമായി. ചുരുക്കത്തിൽ വിവാഹ നിശ്ചയം നടന്നു. പ്രമീള സന്തോഷത്തോടെ പറഞ്ഞു. ചുരുക്കത്തിൽ മാത്രമല്ല, സൂത്രത്തിലും. അമ്മിണിയുടെ കമന്റ്. പ്രതാപന്റെ മുഖം സന്തോഷഭരിതമായിരുന്നു. വിമല പരവശിയായി കാണപ്പെട്ടു. അധ്യായം 28. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കെ അമ്മിണി ചോദിച്ചു, ഓർക്കാപ്പുറത്തൊരു കല്യാണ നിശ്ചയം അല്ലേ? നിനക്കെന്താ സന്തോഷമില്ലാത്ത പോലെ? ആരെയെങ്കിലും പേടിക്കുന്നുണ്ടോ? വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല അമ്മിണി. എനിക്കൊന്ന് പൊട്ടിക്കരയാനാണ് തോന്നുന്നത്. എന്തിനെന്നറിഞ്ഞുകൂടാ. കഴിഞ്ഞതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ വിവാഹിതയാകാൻ തീരുമാനിച്ചില്ലേ? ഭാര്യയായി കൊള്ളാമെന്ന് ഒരു ചെറുപ്പക്കാരന് വാക്കുകൊടുത്തില്ലേ? എല്ലാം എങ്ങനെ സംഭവിച്ചു? ഒന്നും മുൻകൂട്ടി തീരുമാനിച്ചതല്ലല്ലോ. ഞാൻ അവിവേകമാണോ കാണിച്ചത്? ഇത്ര പെട്ടെന്ന് ഞാൻ വഴങ്ങണമായിരുന്നോ? മനസ്സാ ഞാനതിന് തയ്യാറാണോ? ഒന്നും എനിക്കറിഞ്ഞുകൂടാ. ഒന്നും. വിമലയുടെ സ്വരം നനഞ്ഞ് വിറയാർന്നു. ഒക്കെ നിന്റെ കൊച്ചു കൊച്ചു പേടികളാ. വെറും പേടി. ആവോ, ഈശ്വരനറിയാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. തീരുമാനിച്ചതെല്ലാം നടപ്പാകുമോ? എനിക്കൊട്ടും സന്തോഷം തോന്നുന്നില്ല. വേണ്ടായിരുന്നെന്നും തോന്നുന്നില്ല. പ്രതാപനെ നിനക്കിഷ്ടമല്ലേ? പ്രതാപനെന്താ ഒരു കുറവ്? ഒരു പക്ഷേ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഭർത്താവായിരിക്കും.
എനിക്കും ഒരാശങ്കയുണ്ട് വിമലെ. നമ്മൾ അങ്ങനെയെല്ലാം തീരുമാനിച്ചു. പക്ഷെ നിന്റെ വീട്ടുകാർ എതിർത്താലോ? ഇടുകുടുക്കെ ചോറും കറിയും എന്ന് പറയാൻ അവർക്ക് നീയല്ലേയുള്ളൂ. കുടുക്കയെ കൈവിട്ട് കളയാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? കുറഞ്ഞത് 6-7 കൊല്ലമെങ്കിലും നീ ഇങ്ങനെ തുടരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ. വിമല വീണ്ടും പാരവേശത്തിലാണ്ടു. വിവാഹം തീരുമാനിക്കപ്പെട്ടു. എങ്ങനെയോ അത് സംഭവിച്ചു. വിമല ഓർത്തു, പ്രതാപനോട് ഉള്ളിൽ താല്പര്യമുണ്ടായിരുന്നോ? ആർക്കറിയാം. മനസ്സല്ലേ? വെറുപ്പില്ലായിരുന്നു. പ്രതാപനെ തിരസ്കരിച്ചാൽ നഷ്ടബോധം തോന്നുമായിരുന്നോ? നിശ്ചയിക്കാൻ വയ്യ. ഒട്ടും വിചാരിക്കാതെ ഇങ്ങനെയെല്ലാം വന്നു ചേർന്നു. വാക്കും കൊടുത്തു. ഇനി അതിൽ നിന്നും മാറ്റമില്ല. മനസ്സേ, മാറ്റമില്ല, മാറ്റമില്ല. സ്വയം അത് അടിച്ചേൽപ്പിക്കുകയാണ് വേണ്ടത്. എന്നാലേ ആശങ്കകളെ തട്ടിമാറ്റാൻ കഴിയൂ. വീട്ടുകാർ എതിർക്കുമോ? എതിർത്താൽ എന്തു ചെയ്യണം? വീട്ടിലെങ്ങനെ ഈ വിഷയം അവതരിപ്പിക്കും? വിവാഹം ആലോചിക്കേണ്ടതും ചെറുക്കനെ കണ്ടുപിടിക്കേണ്ടതും നടത്തിത്തരേണ്ടതുമൊക്കെ ബന്ധുജനങ്ങളാണ്. താൻ നേരിട്ടതെല്ലാം ചെയ്യുന്നു എന്ന ആരോപണമുയർത്തി ഈ ആലോചന വേണ്ടെന്ന് വയ്ക്കാൻ ശ്രമിക്കുമോ? അമ്മിണിയുമായി അവൾ ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ വേണമെങ്കിൽ ഒരു ദല്ലാളിൻ്റെ റോൾ അഭിനയിക്കാം, അമ്മിണി പറഞ്ഞു. നമുക്കൊന്നിച്ച് നാട്ടിൽ പോയാൽ മതിയല്ലോ. നിന്റെ വീട്ടുകാരോട് ഞാനൊന്ന് സംസാരിക്കാം. ഏതായാലും അവർ നല്ല മനസ്സോടെ സമ്മതിക്കുമെന്ന പ്രതീക്ഷ വേണ്ട. ദൂതു പറയാൻ എന്നേക്കാൾ മെച്ചം നിന്റെ അച്ചുമാമയായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കക്ഷി നിന്റെ അഭ്യുദയകാംക്ഷിയുമാണല്ലോ. അമ്മാമ്മയെ അറിയിക്കാനൊരു മടി. ചുമ്മാതങ്ങോട്ട് എഴുതു പെണ്ണേ. ഒരാണിൻ്റെ ഇഷ്ടപ്പെടലും കല്യാണം കഴിക്കാൻ ആഗ്രഹവുമൊക്കെ നാട്ടുനടപ്പ. ഒട്ടും നാണിക്കാനില്ല. എന്നാലും അമ്മാമ്മയ്ക്ക് ഞാനൊരു ചെറുക്കനെ കണ്ടിഷ്ടപ്പെട്ടെന്നും അയാളെ എനിക്ക് ഭർത്താവാക്കി തരാൻ വേണ്ടി ദൂതു പറയണമെന്നുമൊക്കെ. അതൊന്നും സാരമില്ലെന്നേ. വിമല പിന്നെ മടിച്ചില്ല. വിശദമായി തന്നെ അമ്മാമ്മയ്ക്ക് എഴുതി. ഒന്നും മറച്ചു വെച്ചില്ല. 1 മാസത്തിനുള്ളിൽ അമ്മാമ്മയുടെ മറുപടി കിട്ടി. കുശലങ്ങൾക്ക് ശേഷം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവസാനം നീ നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയതിൽ വളരെ സന്തോഷം. നീ എന്നൊരുത്തി ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിത്തരാൻ വേറൊരുവൻ വേണ്ടി വന്നല്ലോ. നീ എഴുതിയ ആശങ്കകൾക്കും സംശയങ്ങൾക്കും ഒരടിസ്ഥാനവുമില്ല. നിന്റെ തെരഞ്ഞെടുപ്പ് മോശമാകില്ലെന്ന് എനിക്കുറപ്പുണ്ട്. തെറ്റോ ശരിയോ എന്നതിനെക്കുറിച്ച് യാതൊരു ശങ്കയും വേണ്ട. എന്നെങ്കിലും നിനക്കൊരു ഭർത്താവ് ഉണ്ടായേ പറ്റൂ. ജീവിതം വെറുതെ പാഴായി തള്ളാനുള്ളതല്ലല്ലോ. നിനക്കത് മനസ്സിലാവുകയും ചെയ്തു. ഇനി വീട്ടിലുള്ളവർ അംഗീകരിക്കുമോ എന്ന സംശയം. എതിർത്താൽ എന്തുകൊണ്ടാണതെന്ന് അവർ പറയണമല്ലോ. അതിന് പഴുതൊന്നുമില്ല. അജിതയുടെയും അജയൻ്റെയും ജീവിത ഭദ്രതയ്ക്കു വേണ്ടി നീ വേണ്ട പോലെ കരുതലെടുത്തിട്ടുണ്ട്. അതനുവദിക്കാൻ മാത്രം മഹാമനസ്കത കാണിച്ച പ്രതാപനെയും അവർക്ക് എതിർക്കാൻ പഴുതില്ല എന്ന് വെച്ച് എതിർത്തുകൂടുന്നില്ല. സ്വന്തം മുറ്റത്തെ പണം കായ്ക്കുന്ന മരം പാട്ടത്തിന് വിട്ടുകൊടുക്കാൻ ആരും മടിക്കും. ഗംഗാധരനും മാധവിയും എന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞ് ഇത് വേണ്ടെന്ന് വയ്പ്പിക്കാൻ ശ്രമിച്ചുകൂടായികയില്ല. ഒരു വിവാഹാലോചന വേണ്ടെന്ന് വയ്ക്കാൻ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞുകൂടാ. അതുകൊണ്ട് സൂക്ഷിക്കുക. വീട്ടുകാർ എതിർത്താലും നീ എന്ത് നിലപാട് എടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ. നല്ല തൻ്റെയിടത്തോടെ നിന്നാൽ ആർക്കാണ് നിന്നെ തടയാൻ കഴിയുക? നിനക്ക് വേണ്ടി ജീവിക്കാൻ നീയല്ലാതെ വേറാരുമുണ്ടാവില്ലെന്ന ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. വൈകിയാണെങ്കിലും നിനക്ക് ഇങ്ങനെയൊരു സൽബുദ്ധി തോന്നിയല്ലോ. ഞാൻ ഗംഗാധരനോടും മാധവിയോടും ഇതേക്കുറിച്ച് സൂചിപ്പിക്കാം. ഗൗരവമായ ആലോചനകളൊക്കെ നീ അവധിക്ക് വരുമ്പോഴാകട്ടെ. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ വിമലയ്ക്ക് അസ്വസ്ഥതകൾ ശമിച്ചതുപോലെ തോന്നി. ദഹിക്കാത്തതെന്തൊക്കെയോ മനസ്സിൽ വാരിവലിച്ചിട്ടിരിക്കുന്നത് പോലെയായിരുന്നു ഇതുവരെ. ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതുപോലെ ഒരു തോന്നൽ. ശരിയായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന വിശ്വാസം പ്രബലപ്പെട്ടു. പ്രതാപനെ കുറെ കൂടി അടുത്തു കാണാമെന്ന് തോന്നി. നിന്റെ അച്ചുമാമയെപ്പോലെ ഒരു തുണ നാട്ടിലുണ്ടെങ്കിൽ നിനക്ക് ഒന്നും പേടിക്കാനില്ല. നല്ല തൻ്റെടമായിട്ടിരിക്കെ, അമ്മിണി പറഞ്ഞു. ദിവസങ്ങൾ എഴയുകയാണ്. ഏതാനും മാസങ്ങൾക്കിടയിൽ ഒരു തവണ മാത്രം പ്രതാപനെ കണ്ടു. അയാൾ ഹോസ്പിറ്റലിൽ വരികയാണുണ്ടായത്. അല്പനേരം സംസാരിച്ചിട്ട് അയാൾ മടങ്ങിപ്പോയി. സംഭാഷണമാകട്ടെ സൗഹൃദത്തിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് കടന്നതുമില്ല. പോകാൻ നേരം അയാൾ പറഞ്ഞു, വെറുതെ വന്നതാണ്. വെറുതെ വിമലയെ ഒന്ന് കാണാൻ. ക്ഷീണിച്ചാണോ, നന്നായിട്ടാണോ, സന്തോഷവതിയായിട്ടാണോ എന്നൊക്കെ അറിയാൻ. പോകട്ടെ. ഹൃദയത്തിൽ അയാളോടുള്ള അലിവിൻ്റെ 1000 ഉറവുകൾ കിനിയുന്നത് അവൾ അറിഞ്ഞു. തരളിതയായി അയാളെയും നോക്കി ഏതാനും നിമിഷം അവൾ നിന്നു. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ഒരു രശ്മി അയാളിലേക്ക് പുറപ്പെടുന്നത് അനുഭവിച്ച നിമിഷങ്ങൾ. ഗോപികൃഷ്ണനുമായി പിരിഞ്ഞതിനു ശേഷം ഇനിയൊരിക്കലും തനിക്ക് അനുഭവിക്കാൻ ഒക്കില്ലെന്ന് കരുതിയ നിമിഷങ്ങൾ. പ്രതാപൻ പോയി. ഹോസ്പിറ്റലിലെ സഹപ്രവർത്തകരിൽ അടുപ്പമുള്ളവരൊക്കെ ഊഹിച്ചോ? അമ്മിണി പറഞ്ഞോ? അറിഞ്ഞു കഴിഞ്ഞിരുന്നു.
നന്ദനൻ കുറെ കളിയാക്കി. തിരിച്ച് നന്ദനെയും. നന്ദനൻ ഉടനെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ജോലി ഉപേക്ഷിച്ചുള്ള മടക്കം. നന്ദനൻ്റെ വിവാഹമൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാല്യത്തിലും കൗമാരത്തിലുമെല്ലാം കളിക്കൂട്ടുകാരിയായിരുന്ന പെൺകിടാവിനെ തന്നെ ജീവിതത്തിലേക്കും കൂട്ടിനു വിളിക്കാൻ വരം കിട്ടിയ ഭാഗ്യവാൻ. ആ പേരും പറഞ്ഞ് തരം കിട്ടുമ്പോഴെല്ലാം അമ്മിണിയും കളിയാക്കാറുണ്ട്. നന്ദന് ഒരുപാട് സമ്പാദിച്ചു കൂട്ടണമെന്ന മോഹമൊന്നുമില്ല. ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തതുകൊണ്ട് കുടുംബം പച്ചപിടിച്ചു. അത്ര ചെറുതല്ലാത്ത ഒരു സ്വകാര്യ സമ്പാദ്യവുമുണ്ടായി. ഇപ്പോൾ നാട്ടിലെ സഹകരണ ബാങ്കിൽ ഒരു ജോലി സാധ്യതയും തെളിഞ്ഞു വന്നിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് മണൽക്കാട്ടിൽ വന്നലയാൻ നന്ദനന് മനസ്സില്ല. അതുകൊണ്ടാണ് ജോലി ഉപേക്ഷിക്കുന്നത്. നാട്ടിലേക്ക് പുറപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് നന്ദൻ ജോലി രാജിവെച്ചു. പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. പോകുന്നതിൻ്റെ തലേദിവസം ഹോസ്പിറ്റലിൽ വന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു. നന്ദന് ചെറിയൊരു യാത്രയയപ്പ് സൽക്കാരം സഹപ്രവർത്തകരെല്ലാം കൂടി ഏർപ്പാട് ചെയ്തു. എൻ്റെ കല്യാണത്തിന് ഞാൻ എല്ലാവരെയും നേരിട്ട് ക്ഷണിക്കുകയാണ്, നന്ദനൻ പറഞ്ഞു. വിവാഹത്തീയതി നാട്ടിൽ ചെന്നിട്ട് നിശ്ചയിക്കൂ. എല്ലാവർക്കും ക്ഷണക്കത്ത് അയക്കാം. നന്ദനു ചുറ്റും അടുത്ത സുഹൃത്തുക്കൾ മാത്രമായി. കല്യാണം കഴിഞ്ഞാൽ ഹണിമൂൺ എവിടെയാ? അമ്മിണി കളിയാക്കി ചോദിച്ചു. അന്റാർട്ടിക്കയിൽ. സംശയമെന്താ? ഒരു കപ്പലിൽ അങ്ങ് പോകും. ഞങ്ങളെ കൂടി കേറ്റുവോ? അടുത്തിട്ടിൽ മതി. അന്റാർട്ടിക്ക കാണാനുള്ള കൊതി കൊണ്ടാ. കേറ്റാലോ, എല്ലാവരും പോരട്ടെ. അമ്മിണി ചേച്ചിയും ഭർത്താവും ദാസേട്ടനും പ്രമീള ചേച്ചിയും വിമലയും പ്രതാപനും മണ്ടി മേരിയും സരിതയും വന്ദനയും റോസ്ലിനും ജോസഫും സതീഷും. നമുക്കെല്ലാം കപ്പലിൻ്റെ മേൽത്തട്ടിൽ നിന്ന് തന്നെ പോകാം. എ ഹണിമൂൺ എക്സ്പെഡീഷൻ ടു അന്റാർട്ടിക്ക. എല്ലാവരും ചിരിച്ചു. നന്ദനൻ പോയി. പിറ്റേന്ന് അയാൾ അബുദാബി വിട്ടുപോവുകയാണ്. അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞ നേരത്താണ് ദുരന്ത വാർത്ത ഹോസ്പിറ്റലിലെത്തിയത്. വന്ദന ടൗണിൽ നിന്ന് ഫോൺ ചെയ്ത് അറിയിക്കുകയായിരുന്നു. അമ്മിണിക്കൊരു ഫോൺ കോൾ. അറ്റൻഡർ വന്നറിയിച്ചപ്പോഴും ദുസൂചനയൊന്നും തോന്നിയില്ല. അമ്മിണി ഫോണിനടുത്തേക്ക് പോയപ്പോൾ വിമലയെയും കൂടെ കൂട്ടി. റിസീവർ എടുത്തതും മറുതലയ്ക്കൽ വന്ദനയുടെ സ്വരം അമ്മിണി തിരിച്ചറിഞ്ഞു. അമ്മിണി, ഞാൻ വന്ദനയാ. വിറയാർന്ന സ്വരം. എന്താ നിന്റെ സ്വരം വല്ലാതെ ഇരിക്കുന്നല്ലോ? നമ്മുടെ നന്ദനൻ എയർപോർട്ടിലേക്ക് പോകും വഴി ഒരു ആക്സിഡൻറ്റിൽ അമ്മിണിയുടെ മുഖത്തെ ഭാവപ്പകർച്ച വിമലയ്ക്ക് ശരിക്കും കാണാമായിരുന്നു. ടാക്സിയിൽ നന്ദനടക്കം 5 പേരുണ്ടായിരുന്നു. ട്രക്കുമായിട്ട് കൂട്ടിയിടിച്ചു. ആരും രക്ഷപ്പെട്ടില്ല. അമ്മിണി സ്തംഭിച്ചങ്ങനെ നിന്നു. പിന്നെയൊന്നും അവൾ കേട്ടില്ല. നേർക്കുനേരെ ഇരമ്പിപ്പാഞ്ഞടുക്കുന്ന കാറും ട്രക്കും. ഒരു മിന്നൽ. ലോകത്തെ നടുക്കുന്ന ഭയങ്കര ശബ്ദം. തകർന്ന ഇരുമ്പു തകിടുകളിലും റോഡിലും പറ്റിപ്പിടിച്ച മാംസച്ചീന്തുകളും രക്തത്തുള്ളികളും. അമ്മിണിയുടെ മനസ്സിലതെല്ലാം മിന്നിപ്പാഞ്ഞു, പൊലിഞ്ഞു. എന്താ അമ്മിണി? ആർക്കാ ആക്സിഡന്റ്? വിമല പരിഭ്രമത്തോടെ ചോദിച്ചു. പക്ഷേ അതൊന്നും അമ്മിണി കേൾക്കുന്നുണ്ടായിരുന്നില്ല. രാത്രി മുറിക്കുള്ളിലെ ഇരുട്ടിൽ നെടുവീർപ്പുകൾ ഉയർന്നു പൊന്തി. വിമലയ്ക്കും അമ്മിണിക്കും അന്യോന്യം കാണാൻ വയ്യ. 2 പേരും ഉറങ്ങിയിട്ടില്ല. 2 ആൾക്കും അതറിയുകയും ചെയ്യാം. ദീർഘമായ ഒരു നിശ്വാസത്തിനു പിന്നാലെ അമ്മിണിയുടെ നനഞ്ഞ ശബ്ദം കേട്ടു. ഇത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം. എന്തൊക്കെ കിനാവ് കണ്ടാലെന്ത്, എന്തൊക്കെ ഒരുക്കി വെച്ചാലെന്ത്, എല്ലാം തീർന്നില്ലേ? വിമലയ്ക്കൊന്ന് വിങ്ങിക്കരയണമെന്ന് തോന്നി. നിശബ്ദമായി ഒഴുകിപ്പോയ കണ്ണീരിന് അളവില്ല. ഹോസ്പിറ്റലിൽ പോയി നന്ദനൻ്റെ മൃതദേഹം ഒരു നോക്ക് കാണുകയുണ്ടായി. തുന്നിച്ചേർത്ത മാംസകഷ്ണങ്ങൾ. അവയിലെല്ലാം ചോര പുരണ്ടിരുന്നു. തിരിച്ചറിയാൻ വയ്യായിരുന്നു. നന്ദനായിരുന്നു അത്? അല്ല, ഇറച്ചിത്തുണ്ടങ്ങളായിരുന്നു. നന്ദനൻ മരിച്ചു. അപകടസ്ഥലത്ത് വെച്ചു തന്നെ. തകർന്നു പൊടിഞ്ഞ ഇരുമ്പു തകിടുകൾക്കിടയിൽ അയാളുടെ ജീവൻ ഞെരിഞ്ഞമർന്നു. കാത്തിരിക്കുന്ന കളിക്കൂട്ടുകാരിയുടെ അടുത്തേക്ക്, കല്യാണപ്പെണ്ണിൻ്റെ മനസ്സിലേക്ക്. ആ ശവം വിമാനത്തിൽ നിന്നിറക്കി തള്ളിക്കൊണ്ടു ചെല്ലുന്ന ആ കാഴ്ച. അമ്മിണി, ദൈവത്തെ ഓർത്തു നിർത്ത്. വിമല തേങ്ങി. നമുക്കെല്ലാം കപ്പലിൻ്റെ മേൽത്തട്ടിൽ നിന്ന് തന്നെ അന്റാർട്ടിക്കയിലേക്ക് പോകാം. അമ്മിണി സങ്കടം സഹിക്കാനാവാതെ ഒന്ന് കരഞ്ഞു. കരച്ചിലിനിടയിൽ തന്നെ തുടർന്നു. അമ്മിണി ചേച്ചിയും ഭർത്താവും, ദാസേട്ടനും പ്രമീള ചേച്ചിയും, വിമലയും പ്രതാപനും. വാക്കുകൾ തൊണ്ടയിൽ തന്നെ പിടഞ്ഞു വീണു. അധ്യായം 29. വിമല അവധിക്ക് വീട്ടിലെത്തി. ഈ വേള കല്യാണ നിശ്ചയമെങ്കിലും നടത്തിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പോടെയാണ് വിമല വന്നിരിക്കുന്നത്. ഒത്താൽ കല്യാണം തന്നെ നടത്തണം. പ്രതാപനും നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അയാൾ സ്വന്തം വീട്ടിൽ വിഷയം അവതരിപ്പിക്കും. പിന്നെ പ്രത്യേകം പറഞ്ഞു വച്ചിരിക്കുന്ന തീയതിക്ക് വിമലയുടെ വീട്ടിൽ വരും. വിമലയുടെ മാതാപിതാക്കളുമായി സംസാരിക്കാൻ. അതിനു മുൻപ് വിമല ഒരു വട്ടം വീട്ടുകാരുമായി വിവാഹ ആലോചനയെക്കുറിച്ച് സംസാരിച്ചിരിക്കണം. അവധിക്ക് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ വിമലയും പ്രതാപനും കൂടി
ആലോചിച്ച് തീരുമാനിച്ചതാണ് ഇക്കാര്യങ്ങളെല്ലാം. വിമല അച്ഛനായരെ ചെന്ന് കണ്ടു. അമ്മാമ്മയ്ക്ക് ഞാനൊരു കൂട്ടം എഴുതിയിരുന്നല്ലോ. വിമല മടിച്ച് പറഞ്ഞു. ഉവ്, ഞാൻ അതേപ്പറ്റി ഗംഗാധരനോടും മാധവിയോടും ഒന്ന് സൂചിപ്പിച്ചു. അവര് വല്ലതും പറഞ്ഞോ? ഗംഗാധരൻ ഒന്നും പറഞ്ഞില്ല. മാധവി പറഞ്ഞത് നിനക്ക് കല്യാണപ്രായമായില്ലല്ലോ എന്നാണ്. അത് ശരി, നിനക്ക് കല്യാണമൊക്കെ കുറെ കഴിഞ്ഞു മതി എന്നാണ് അവരുടെ അഭിപ്രായം. അജിതയുടെയും അജയൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ നീ ജോലിക്കാരിയായതുകൊണ്ട് കുറെ താമസിച്ചാലും ഒരു പുരുഷനെ കിട്ടാൻ ബുദ്ധിമുട്ടില്ലത്രേ. അമ്മാമ്മ എന്തു പറഞ്ഞു? ഞാൻ എന്തു പറയാൻ? താല്പര്യം മനസ്സിലായില്ലേ? ഇനി പറയാനുള്ളതൊക്കെ നീ കൂടി വന്നിട്ട് പറയാമെന്ന് വെച്ചിരിക്കുക. അമ്മാമ്മ നാളെ വീട്ടിലോട്ടൊന്ന് വരുവോ? പ്രതാപൻ കല്യാണാലോചനയ്ക്ക് വരുന്നതിന് മുൻപേ വീട്ടിലിക്കാര്യം ഒന്ന് ചർച്ച ചെയ്യണ്ടേ? ഞാൻ വരാം. പിറ്റേന്ന് അച്ഛനായർ വന്നു. വിമലയുടെ സാന്നിധ്യത്തിൽ തന്നെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അയാൾ പറഞ്ഞു. വിമലയ്ക്കൊരു കല്യാണാലോചന വന്ന കാര്യം ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ. ചെറുക്കൻ ജോലിക്കാരനും അവളുടെ പരിചയക്കാരനുമൊക്കെയാ. ജാതിയും സ്വജാതി തന്നെ. അവർക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുകയും ചെയ്തു. കൊള്ളാമെങ്കിൽ നമ്മൾ വേണ്ടേ അത് നടത്തിക്കൊടുക്കാൻ? നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? അച്ഛമ്മാമ്മയോട് ഇതാരാ പറഞ്ഞത്? അവളാണോ? വിശ്വൻ ചോദിച്ചു. ആരുമായിക്കോട്ടെ, ഞാനാ ഇപ്പം ദല്ലാള്. നിങ്ങളങ്ങനെ കരുതിയാൽ മതി. അച്ഛമ്മാമ്മയ്ക്ക് ഞങ്ങളിത്തിരി പച്ച പിടിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അമ്മാമ്മയ്ക്കറിയാലോ വിമലയുടെ വരുമാനം കൊണ്ട് കുടുംബം കഴിയുന്നത്. അജിതയെയും അജയനെയും ഒരു നിലയ്ക്കാക്കേണ്ട ചുമതല കൂടി അവൾക്കില്ലേ? അത് കഴിഞ്ഞു പോരെ കല്യാണമൊക്കെ? എടാ, വാലധികം ആടണ്ട. തല രണ്ടെണ്ണം ഇവിടെ അനങ്ങാതിരിപ്പുണ്ടല്ലോ. അവര് പറയട്ടെ. വിശ്വൻ പറഞ്ഞതൊരു കാര്യാ. മാധവിയമ്മ അത് ശരിവെച്ചു. അതായത് വിമല നിങ്ങളുടെയെല്ലാം കറവപ്പശുവായിട്ട് നിൽക്കട്ടെന്നോ? എന്നാര് പറഞ്ഞു? ഇവിടെ ആരും അവളുടെ കല്യാണത്തിനെതിരല്ല. എന്നായാലും അവൾക്കൊരു ഭർത്താവ് വേണം. ഞങ്ങളത് തേടിക്കൊടുക്കാതിരിക്കില്ല. നിങ്ങളൊരുത്തിനെ തേടി ബുദ്ധിമുട്ടണ്ട. അവൾ കണ്ടുവച്ചിട്ടുണ്ട്. അവൾ കണ്ടുവച്ചവൻ യോഗ്യനാണോന്ന് നോക്കേണ്ട ചുമതല ഞങ്ങൾക്കില്ലേ? യോഗ്യനാണെന്ന് ബോധ്യപ്പെട്ടാൽ ഈ കല്യാണം ഉടനെ നടത്താമല്ലോ, അല്ലേ? ഉടനെയോ? അങ്ങനെ എടുപിടിയുന്ന നടത്താവുന്നതാണോ കല്യാണം? അനിലയുടെ കല്യാണം എങ്ങനെ നടന്നത്? എത്ര വർഷങ്ങളെടുത്തു താലി കിട്ടാൻ? അത് വേറൊരു സാഹചര്യമായി പോയി. വേഗം നടത്തേണ്ടി വന്നു. ഇതിനെന്താ സാഹചര്യത്തിന് കുഴപ്പം? അനില ചെയ്തതുപോലെ വിമലയും ചെയ്താൽ മതിയോ? ഒരവിഹിത ഗർഭം സമ്പാദിക്കാൻ അവൾ നോക്കിയാലും സാധിക്കും. അച്ഛമ്മാമ്മ ചുണ്ടിയെടുത്താണ് പറഞ്ഞത്. മാധവി അമ്മയുടെ മുഖം കൂടി. വിമല അനിലയെ പോലെയാണോ? ഉത്തരവാദിത്തമുള്ളവളല്ലേ? അങ്ങനെയാവുമ്പോൾ വളരെ ആലോചിച്ചു വേണം ഓരോന്ന് ചെയ്യാൻ. വിമലയുടെ കല്യാണം ഉടനെ നടത്താതിരിക്കാൻ നിങ്ങൾ പറയുന്ന ന്യായം എന്താണെന്ന് ആദ്യം കേൾക്കട്ടെ. തുറന്നു പറയാമല്ലോ. അജിതയുടെയും അജയൻ്റെയും കാര്യത്തിനൊരു തീരുമാനമാകാതെ കല്യാണം നടത്താനൊക്കില്ല. അതിനൊരു തീരുമാനമായാലോ? എന്തു തീരുമാനം? 2-3 കൊല്ലം കഴിയാതെ അവരുടെ കാര്യങ്ങളെങ്ങനെ തീരുമാനത്തിലാകും? കല്യാണം കഴിഞ്ഞാലും അജിതയുടെയും അജയൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാമെന്ന് വിമല സമ്മതിച്ചാലോ? അതുകൊണ്ടെന്താ ഗുണം? അവളെ കെട്ടാൻ പോകുന്നവന് അത് സമ്മതമല്ലെങ്കിലോ? അയാളും സമ്മതിക്കണം. ആലോചിക്കണം. ഗംഗാധരന് ഒന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞ പോലെ കണക്കാക്കിയാൽ മതി. അതെന്താ, തനിക്ക് നാവില്ലേ? അതോ എൻ്റെ പെങ്ങൾക്കത് പണയം വെച്ചിരിക്കുകയാണോ? അച്യുതനിപ്പം എന്താ അറിയേണ്ടത്? നിങ്ങളുടെ മകളുടെ ചുറ്റുപാടുകൾ കാണാനും കല്യാണം ആലോചിക്കാനും ചെറുക്കൻ അടുത്ത ഞായറാഴ്ച വരും. വന്നു കണ്ട് ആലോചിച്ചു പോട്ടെ. അന്നേരം ഞഞ്ഞാ പിഞ്ഞാ പറയരുത്. എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിച്ചു വെക്കണം. ചുമ്മാ മുടന്തൻ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കാതെ ന്യായമായ നിർദ്ദേശങ്ങളെ മുൻപോട്ട് വയ്ക്കാവൂ. ഒത്തുവന്നാൽ ഈ അവധിക്ക് തന്നെ കല്യാണം നടത്തിയിട്ട് പോകണമെന്ന 2 പേരുടെയും പ്ലാൻ. ഒത്തുവന്നാലല്ലേ? എന്താ ഒത്തുവരികയല്ലേ? എൻ്റെ കാര്യം പറയാമല്ലോ അച്ഛമാമ്മേ. വിശ്വൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. 3 വർഷത്തിനിപ്പുറം വിമലയെ കെട്ടിക്കുന്നതിനോട് എനിക്കെതിർപ്പാ. 3 വർഷം കൂടി നക്കിത്തിന്നാൽ നിനക്ക് മതിയാകുമോടാ? നാണമില്ലല്ലോടാ നിനക്ക് പറയാൻ നീ എതിർക്കുമെന്ന്. എടാ നാറി, അവനും അവൾക്കും ചുണയുണ്ടേൽ നിന്റെയൊന്നും സമ്മതവും ഓശാരവും കൂടാതെ കല്യാണം നടക്കും. അവർ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. കുടുംബത്തോട് ഉത്തരവാദിത്തമുള്ളതുകൊണ്ടാ അവളതിന് തുനിയാത്തത്. വിശ്വൻ വായടച്ചു. അയാൾക്ക് വേണ്ടത്ര കിട്ടിക്കഴിഞ്ഞിരുന്നു. ഞായറാഴ്ച പ്രതാപൻ വരും. നല്ലപോലെ ആലോചിച്ച് വേണ്ടത് ചെയ്താൽ നന്ന്. അച്ഛമ്മാമ്മ സംഭാഷണം മതിയാക്കി എഴുന്നേറ്റു. ദിവസങ്ങൾ പോയി. വിമല വീട്ടിലില്ലാതിരുന്ന നേരത്ത് ഉപചാപക സംഘം ഒത്തുകൂടി ഗൂഢാലോചന ആരംഭിച്ചു. മറ്റവൻ വരുമ്പം എന്താ പറയേണ്ടത്? തീരുമാനമെടുക്കണം. വിശ്വൻ പറഞ്ഞു. എന്തെല്ലാം പറയാം? ചെറുക്കൻ കൊള്ളില്ലെന്നോ ജാതക പൊരുത്തമില്ലെന്നോ? വിശ്വൻ്റെ ഭാര്യ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് ഫലമില്ല.
രണ്ടുപേരും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവരത് നടത്തും. എങ്ങനെയും നീട്ടിക്കൊണ്ടു പോകാനാ നോക്കേണ്ടത്, അനില പറഞ്ഞു. അതെ, കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അവതാളത്തിലാകും. ഒരു 3 വർഷമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാൻ സമ്മതിപ്പിക്കണം, ഗംഗാധരൻ പറഞ്ഞു. അത് ഞാനേറ്റു, മാധവിയമ്മ ഏറ്റു. ഞായറാഴ്ച പ്രതാപനെത്തി. കൂടെ അയാളുടെ അച്ഛൻ്റെ അനുജനുമുണ്ട്. ഉപചാരങ്ങളെല്ലാം കഴിഞ്ഞു. മുൻവശത്തെ തളത്തിൽ എല്ലാവരും ഒന്നിച്ചുകൂടി. പ്രതാപൻ നേരെ വിഷയത്തിലേക്ക് കടന്നു. ഇവിടുത്തെ വിമലയെ എനിക്കിഷ്ടമായി. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. വിമലയ്ക്കും താല്പര്യമാണ്. ഇനി നിങ്ങളുടെ സമ്മതം കൂടി കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് പ്രതാപൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ, ഗംഗാധരൻ പറഞ്ഞു. പറയാം. ജോലിക്കാര്യങ്ങൾ വിമല പറഞ്ഞ് അറിഞ്ഞു കാണുമല്ലോ. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. സ്വന്തം വീടുണ്ട്. സഹോദരങ്ങൾ വിവാഹിതരായി പല ദിക്കിലേക്ക് പോയി. ഇനി ഞാനേയുള്ളൂ. കൂടുതലറിയാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരൂ. അങ്ങനെയൊക്കെയാണല്ലോ ചടങ്ങുകൾ. ഗംഗാധരനും മാധവിയമ്മയും പരസ്പരം നോക്കി. അങ്ങനെയൊക്കെയാകാം, മാധവിയമ്മ പറഞ്ഞു. പക്ഷേ കല്യാണം നടത്താൻ ഞങ്ങൾക്കൊരു 3 വർഷത്തെ സാവകാശം വേണം. അതെന്തിന് 3 വർഷം? വിമലയ്ക്ക് ഒരനുജനും അനുജത്തിയുമുണ്ട്. അജയനും അജിതയും. അജയൻ്റെ പഠിപ്പ് പൂർത്തിയാക്കണം. അജിതയെ കെട്ടിച്ചയക്കണം. വിമലയുടെ വരുമാനം കൊണ്ട് കുടുംബം പുലരുന്നത്. അതില്ലാതായാൽ ആകെ വലയും. അജിതയുടെയും അജയൻ്റെയും ഭാവി നശിക്കും. ഞങ്ങളെല്ലാം കഷ്ടത്തിലാകും. ഒരു കാര്യം ചെയ്യാം. അടുത്ത 3 വർഷത്തേക്ക് വിമലയുടെ ശമ്പളം നിങ്ങൾക്ക് തന്നേക്കാം. ഞാനതിൽ കൈയിടുന്നില്ല. എന്താ ഉറപ്പ്? ഞാൻ വാക്ക് തരുന്നു. ഇതൊക്കെ ഇപ്പം പറയും. കല്യാണം കഴിയുമ്പം മട്ടുമാറും. അങ്ങനത്തവനല്ല ഞാൻ. എങ്ങനത്തവനാണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. വാക്കുകൊണ്ടൊന്നും കാര്യമില്ല. അവനവന് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. പിന്നെയല്ലേ അന്യനെ, ഗംഗാധരൻ പറഞ്ഞു. പിന്നെന്തു ചെയ്യണം? നിങ്ങളുടെ മകളെ കെട്ടാൻ ഞാൻ എൻ്റെ വീടും പുരയിടവും പണയം തരണോ എന്നു പറഞ്ഞോ? 3 വർഷത്തെ സാവകാശം. പ്രതാപന് ചുണ്ടി കയറി. അയാളത് കടിച്ചടക്കി വിമലയെ നോക്കി. അവൾ ചുമരും ചാരി നിൽക്കുകയാണ്. അജിതയുടെയും അജയൻ്റെയും ഭാവി കാര്യങ്ങൾക്ക് പണം തന്നു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം നടത്താൻ സാധിക്കുമോ? വിമല എല്ലാവരോടുമായി ചോദിച്ചു. കുടുംബാംഗങ്ങൾ പരസ്പരം നോക്കി. എത്ര രൂപ തരും? മാധവിയമ്മ ഇടപെട്ടു. 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷമോ? അതുകൊണ്ടെന്താകാനാ? അജിതയുടെ കല്യാണ ചെലവിന് തികയുകയല്ലോ. ഒരു കാര്യം ചെയ്യ്, 3 ലക്ഷം താ, വിശ്വൻ പറഞ്ഞു. 1.5 ലക്ഷമേ തരാനൊക്കൂ. ഗൾഫിൽ സ്വർണം വാരി വിൽക്കുന്ന പണിയൊന്നുമല്ല എനിക്ക്, വിമല തീർത്തു പറഞ്ഞു. 3 ലക്ഷം വേണം, അല്ലാതെ നടക്കില്ല. മാധവിയമ്മ വിശ്വനെ പിന്താങ്ങി. ഞാൻ പറഞ്ഞല്ലോ, അതിന് മാറ്റമില്ല, വിമല സ്വരം കടുപ്പിച്ചു. ശരി, 2.5 ലക്ഷം താ. എന്താ ഇത്? കടിച്ചു പിടിച്ചു നിൽക്കുകയായിരുന്ന പ്രതാപൻ പൊട്ടിത്തെറിച്ചു. ഇതെന്താ ചന്തലേലമോ? 1.5 ലക്ഷം, 2.5 ലക്ഷം, 3 ലക്ഷം. നാണമില്ലേ നിങ്ങൾക്ക്? ഒരൊറ്റ ചില്ലി തരാതെ വിമലയെ വിവാഹം ചെയ്ത് എൻ്റെ കൂടെ താമസിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? പെട്ടെന്നൊരു സ്തംഭനാവസ്ഥ, നിശബ്ദത. ഞാൻ ഇതുവരെ കരുതിയിരുന്നു എൻ്റെ വീട്ടുകാരാണ് ഏറ്റവും ദുർമോഹികളെന്ന്. മക്കളെ ലേലത്തിൽ വിൽക്കുന്നവരുണ്ടെന്ന് ഇന്നാണ് ബോധ്യപ്പെട്ടത്. ആരും ഒരക്ഷരം ഉരിയാടിയില്ല. ഒന്നും മിണ്ടാതെ മൂകസാക്ഷിയായിരിക്കുകയായിരുന്ന അച്ചുമാമ്മയുടെ ചുണ്ടിലൊരു നനുത്ത പുഞ്ചിരി കളിയാടി. അധ്യായം 30. ഒടുവിൽ 1.5 ലക്ഷത്തിന് കരാർ ഉറപ്പിച്ചു. 2 ലക്ഷം വരെ കൊടുക്കാൻ സമ്മതിക്കാമെന്ന് വിമല മനസ്സാ കരുതിയിരുന്നതാണ്. ഒടുവിലത് മനഃപൂർവ്വം വേണ്ടെന്നാക്കി. പ്രതാപനെ മുന്നിലിരുത്തിക്കൊണ്ടുള്ള വീട്ടുകാരുടെ ലേലം വിളി അവൾക്ക് അത്രമേൽ അസഹ്യത ഉളവാക്കിയിരുന്നു. പ്രതാപനോട് വീട്ടുകാർ പെരുമാറിയ രീതിയും അവൾക്കിഷ്ടമായില്ല. പ്രതാപൻ പോകുന്നതിനു മുൻപ് വിമലയ്ക്ക് അയാളുമായി തനിച്ച് സംസാരിക്കാൻ അവസരം കിട്ടി. അച്ചുമാമയുടെ വീട് കാണിക്കാൻ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അങ്ങോട്ട് നടക്കുന്ന വഴി വിമല ക്ഷമാപണം നടത്തി. പ്രതാപന് വിഷമം തോന്നിക്കാണും. എൻ്റെ വീട്ടുകാരുടെ പെരുമാറ്റത്തിൽ ഒന്നും തോന്നല്ലേ? ഇല്ല വിമലെ, ഇതുപോലൊരു വീട്ടിലെ അംഗമായിരുന്നു ഞാനും. ഓരോ അവധിക്ക് നാട്ടിൽ വരുമ്പോഴും ബന്ധുക്കൾ ഓടിക്കൂടും. എന്നെ കാണാനല്ല, ഞാൻ കൊണ്ടുവരുന്ന പെട്ടികളുടെ എണ്ണം എടുക്കാനും സാധനങ്ങളുടെ വീതം പറ്റാനും. വിമലയ്ക്ക് കേൾക്കണോ? ഒരു വേള ഞാൻ അവധിക്ക് വന്ന് മടങ്ങാനൊരുങ്ങുമ്പോൾ എൻ്റെ പാൻസില്ല, ഷർട്ടില്ല, ഞാൻ ഉപയോഗിക്കുന്ന ബ്രീഫ് കേസില്ല. അതെടുത്തവർ എൻ്റെ പാസ്പോർട്ടും വിസയും ഐഡൻറ്റിറ്റി കാർഡും വിമാന ടിക്കറ്റുമൊക്കെ അലമാരയിൽ വെച്ചിട്ട് പോകാൻ കാണിച്ച സൗമനസ്യത്തെ ഞാൻ അഭിനന്ദിച്ചതിന് കണക്കില്ല. ഒരു സ്നേഹിതനിൽ നിന്ന് ഷർട്ടും പാൻസും ഇരുന്ന് വാങ്ങിയാണ് അക്കൊല്ലം ഞാൻ ഗൾഫിലേക്ക് മടങ്ങിയത്. എൻ്റെ ഷൂസ് ഊരി വാങ്ങാനും മിച്ചം വരുന്ന ഇന്ത്യൻ കറൻസി കൈപ്പറ്റാനും വേണ്ടി മാത്രം വിമാനത്താവളം വരെ എന്നെ യാത്രയയക്കാൻ വരുന്ന വിരുദ്ധന്മാരുമുണ്ട്. വിമല ഊറിച്ചിരിച്ചതേയുള്ളൂ. പ്രതാപൻ അന്ന് വൈകുന്നേരത്തോടെ മടങ്ങി. അച്ചുമാമ വിമലയോട് പറഞ്ഞു,
നിന്റെ പ്രതാപനെ എനിക്കിഷ്ടമായി. അകത്തൊന്ന് പുറത്തു വേറൊന്ന് എന്ന രീതിയേയില്ല. എത്രയും വേഗം അയാളോടൊപ്പം കൂടുക. എനിക്കും ആ ചേട്ടനെ ഇഷ്ടമായി, ശ്രീരഞ്ജിനി പറഞ്ഞു. വീട്ടിൽ വിലാപഗാഥ തുടരുകയായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും സുഖിച്ചില്ലേ? ഞാൻ ആദ്യം മുതൽക്കേ പറഞ്ഞതാ ഈ കല്യാണം നടത്താൻ അനുവദിക്കരുതെന്ന്. എന്തായി? 1.5 ലക്ഷം കൂവ. തൊട്ടു പെരട്ടാനുണ്ടോ അത്? എനിക്ക് 50,000 വേണം. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. വിഷൻ പൊട്ടിത്തെറിച്ചു. നിനക്ക് 50,000 ഏതു വകയിലാ? മാധവിയമ്മ ചോദിച്ചു. ഞാൻ വിമലയോട് 1 ലക്ഷം ചോദിച്ചിരുന്നു. വീട് നന്നാക്കാനും ബിസിനസ്സിനുമൊക്കെ. ചോദിച്ചെങ്കിൽ അവൾ തരും. തന്നേനെ. നിങ്ങളെല്ലാം കൂടി അത് ഇല്ലാതാക്കിയില്ലേ? 1.5 ലക്ഷത്തിന് അവളെ ലേലം ചെയ്തു കൊടുത്തില്ലേ? 10 പൈസ പോലും തരാതെ അവൾ അവൻ്റെ കൂടെ പോയി ജീവിച്ചിരുന്നെങ്കിലോ? പിന്നെ അതൊക്കെ ഒരു ഭീഷണിയല്ലേ നമ്മൾ സമ്മതിക്കാൻ വേണ്ടിയിട്ട്? 1.5 ലക്ഷം കുറഞ്ഞു പോയെന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. പലരും മനസ്സിൽ പലതും കണക്കുകൂട്ടിയിരുന്നു. അതൊക്കെ തെറ്റി. അനിലയ്ക്ക് തൻ്റെ കുഞ്ഞിനെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് മൂടണമായിരുന്നു. അജയന് ഒരു ബുള്ളറ്റ് വേണമായിരുന്നു. ഗംഗാധരനും മാധവിയമ്മയ്ക്കും ഒരു ജോയിൻ്റ് അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയെങ്കിലും ബാങ്കിൽ നിക്ഷേപിക്കണമായിരുന്നു. വയസ്സുകാലത്തേക്കുള്ള കരുതൽ ധനം. അജിതയ്ക്ക് പഠിപ്പ് പൂർത്തിയാകുമ്പോൾ ഒരു ജോലി കിട്ടാൻ വേണ്ടി കോഴ നൽകാൻ 1/2 ലക്ഷം രൂപയെങ്കിലും കരുതി വെക്കണമായിരുന്നു. വിഷൻ്റെ മോഹങ്ങൾക്കാണെങ്കിൽ അതിരില്ല. എല്ലാം കഴുത്തറ്റതുപോലെയായി. വീട്ടിനുള്ളിൽ പിറുപിറുപ്പും പരാതിയും. അച്ഛനെയും അമ്മയെയും മക്കൾ മാറി മാറി കുറ്റപ്പെടുത്തുകയാണ്. എന്നാലും അവളിങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? കുടുംബത്തോട് ഉത്തരവാദിത്തമുള്ളവർ ഇങ്ങനെയാണോ വേണ്ടത്? അഹങ്കാരി. അവൾക്ക് ജോലിയായി, പണമായി. അവൾക്കിപ്പോൾ അച്ഛനമ്മമാരെയും വേണ്ട, കൂടപ്പിറപ്പുകളെയും വേണ്ട. ഇന്നലെ ഒരുത്തൻ പല്ലിളിച്ച് കാണിച്ചപ്പോൾ അവളെല്ലാം മറന്ന് അവൻ്റെ കൂടെ ചാടിപ്പോകാൻ വരെ തയ്യാർ. ഓരോന്നിനെയൊക്കെ പാടുപെട്ട് വളർത്തി ഓരോ നിലയിലാക്കി കഴിഞ്ഞാൽ ഇതാണ് അനുഭവം. മാധവിയമ്മ പുലമ്പി. എല്ലാവരുടെയും ഉള്ളിൽ അസ്വസ്ഥത കുമിഞ്ഞു കൂടുകയാണ്. വിമലയോട് ആർക്കും മിണ്ടാട്ടമില്ലാതായി. ഉള്ളിൽ നീരസം വെച്ചുള്ള പെരുമാറ്റവും സംഭാഷണവും. ചങ്ങലയുടെ ഒരു കണ്ണി വിട്ടുപോയതുപോലുള്ള അകൽച്ച. ഇടയ്ക്ക് മാധവിയമ്മ അജയനോട് കയർത്ത് സംസാരിക്കുന്നത് വിമല കേട്ടു. നിന്നെയൊക്കെ തീറ്റിപ്പോറ്റിയിട്ട് എന്താടാ ഗുണം? വല്ലവളുമാരും കണ്ണിറുക്കി കാണിച്ചാൽ നീയൊക്കെ ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയിട്ട് അവളെ വിളിച്ചു കയറ്റി പൊറുപ്പിക്കുകയല്ലേ? കാലം ഇതല്ലേ? പെറ്റവർക്കും പോറ്റിയവർക്കും അവസാനം കല്ലും തടിയും. എല്ലാവരും ഒരേപോലെയാണെന്ന് അമ്മ വിചാരിക്കരുത്. കുടുംബത്തോട് കൂറും നന്ദിയുമുള്ള മക്കളുമുണ്ട്. അജയൻ്റെ വക. രാത്രിയിൽ അജിത അമ്മയോട് പറയുന്നതും വിമല കേട്ടു. വല്ല നിവൃത്തിയുമുണ്ടായിരുന്നേൽ ആ നക്കാപ്പിച്ച വേണ്ടെന്ന് വെച്ചേക്കാമായിരുന്നു. 1.5 ലക്ഷം രൂപയുടെ ഔദാര്യം. വിമല അവരുടെ അടുത്തേക്ക് ചെന്നു. ഔദാര്യത്തിനെന്താടി കുറവ്? ഞാൻ ചേച്ചിയോടൊന്നും പറഞ്ഞില്ല. അജിത മുഖം വീർപ്പിച്ചു. ഞാനും കൂടി കേൾക്കാൻ വേണ്ടിയാണല്ലോ രഹസ്യങ്ങളൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നത്. 1.5 ലക്ഷം രൂപ നിനക്കൊക്കെ പുല്ലുപോലെയാണല്ലോ. 1.5 രൂപയുടെ പണി ചെയ്യാൻ ജനിച്ചതിൽ പിന്നെ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് ഞങ്ങളുടെ ഗതികേട്. ചാൻസ് കിട്ടിയത് ചേച്ചിക്കായിപ്പോയി. അതുകൊണ്ട് തിന്നതിൻ്റെയും കുടിച്ചതിൻ്റെയും കണക്ക് കേൾക്കേണ്ടി വന്നു. നിങ്ങളെല്ലാം എന്നെ കാണുമ്പോൾ മുഖം വീർപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറ. ചകുന്നതുവരെ പണി ചെയ്ത് നിനക്കൊക്കെ ധാരാളിക്കാൻ വാരിക്കോരി തരണമായിരുന്നോ? എന്നാര് പറഞ്ഞു? സ്വന്തം സുഖം നോക്കാൻ നേരത്ത് കുടുംബത്തെ കൂടി ഒന്ന് ഓർക്കണമായിരുന്നു. എനിക്ക് ജീവിതത്തിൽ കല്യാണമേ പാടില്ല അല്ലേ? അതിന് ഇതൊരു കല്യാണമാണോ? പിന്നെ ചേച്ചി ഏതോ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പോണു. ഗതികേട് കൊണ്ട് ഞങ്ങൾക്കെല്ലാം അതിന് സമ്മതം മൂളേണ്ടി വന്നു. ഓഹോ, നിനക്ക് വേറൊരു ചേച്ചി കൂടി ഉണ്ടായിരുന്നല്ലോ. അവളെയും കാമുകനെയും നാട്ടുകാർ പിടികൂടിയപ്പോൾ നിന്റെ ഈ നാക്ക് എവിടെയായിരുന്നു? ഓ, ഇത് പിന്നെ നാട്ടുകാരും കാണുന്നില്ലല്ലോ. കടലിനക്കരയല്ലേ. അവിടുള്ളവർ ഏതായാലും ഇവിടെ വന്ന് പറയുകയുമില്ല. അനില ചേച്ചിയെ എന്തിനു കുറ്റം പറയുന്നു? വിമല ഒന്നും നോക്കിയില്ല. കൈവീശി അജിതയുടെ കരണത്ത് ഒന്നു കൊടുത്തു. അജിത അത് പ്രതീക്ഷിച്ചില്ല. എന്നുവെച്ചാൽ എന്താടി? ഞാനവിടെ നാട്ടുകാരറിയാതെ വ്യഭിചരിക്കുകയാണെന്നോ? വിമല ചീറി. തന്നെ. അടികൊണ്ട വാശിക്ക് അജിതയും വിട്ടുകൊടുത്തില്ല. ദേഷ്യം കൊണ്ട് വിമലയ്ക്ക് കണ്ണ് കാണാൻ മേലാതായി. അവൾ തലങ്ങും വിലങ്ങും അജിതയെ അടിച്ചു. മാധവിയമ്മ ഇടയ്ക്ക് തടസ്സം പിടിക്കാൻ ശ്രമിച്ചതൊന്നും ഫലിച്ചില്ല. അവളെ തല്ലാതടി മൂദേവി, മാറി നിൽക്കാൻ. മാധവിയമ്മ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഉറക്കെ വിളിച്ചുകൂവി. അജയ, ഒന്ന് ഓടിവാ. ഇവിടെ ഒരുത്തി അജിതയെ തല്ലിക്കൊല്ലുന്നേ. അജയനും ഗംഗാധരനും ഓടിയെത്തി. അവർ വിമലയെ പിടിച്ചു മാറ്റി. ചേച്ചിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? പിടിച്ചിടാ. വിമല തിരിഞ്ഞ് അവൻ്റെ ചേട്ടത്ത് ഒരെണ്ണം കൊടുത്തു. അജിത തളർന്ന് വീണുപോയിരുന്നു. അവൾ വല്ലാതെ ഭയന്നതാണ് കാരണം. വിമലയെ ചീറ്റപ്പുലിയുടെ ഭാവത്തിൽ മുൻപൊരിക്കലും അവൾ കണ്ടിട്ടില്ല. അജയൻ വിമലയുടെ കയ്യിൽ കയറി പിടിച്ചു. ചേച്ചി, എന്നെ തൊടരുത്, അജയൻ ഭീഷണിപ്പെടുത്തി.
തൊട്ടാലോടാ, അപ്പോഴറിയാം. വിമല കൈ കുതിറിച്ച് ഒരെണ്ണം കൂടി അവൻ്റെ കവിളിൽ തന്നെ പൊട്ടിച്ചു. നീ എന്താടാ വിചാരിച്ചത്? എൻ്റെ കൈക്ക് ജോലി ചെയ്യാൻ മാത്രമേ കരുത്തുള്ളെന്നോ? നീയൊക്കെ 2-3 ദിവസമായിട്ട് പുറപുറത്തോണ്ട് നടക്കുന്നുണ്ടല്ലോ. 1.5 ലക്ഷമെന്ന് കേട്ടിട്ട് നിനക്കൊക്കെ പുച്ഛം അല്ലേ? എടാ മോനെ, നീ ഉടുത്തിരിക്കുന്ന തുണിയും നീ തിന്നുന്ന ചോറും നീ താമസിക്കുന്ന വീടും എൻ്റെ വിയർപ്പിൻ്റെ ഫലമാ. അതനുഭവിച്ചിട്ട് എന്നെ ചീത്ത പറയാൻ ഒക്കുകയില്ല. നിനക്കീ നക്കാപ്പിച്ച വേണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ. നീ എന്തിനാടി അവളെ തല്ലിയത്? ഗംഗാധരൻ ചോദിച്ചു. ഞാൻ ഗൾഫിൽ പോയി വ്യഭിചരിക്കുകയാണെന്ന് അവൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അതിന് നീ തല്ലുമോ? തല്ലും. സംശയമെന്താ? വൃത്തികെട്ട രീതിയിൽ പെരുമാറിയാൽ എൻ്റെ അച്ഛനാണെങ്കിലും ഞാൻ സമ്മതിച്ചു തരികയല്ല. ഗംഗാധരൻ്റെ വായടഞ്ഞു. നീ അച്ഛനോട് തർക്കുത്തരം പറയുന്നോടി, മാധവിയമ്മ ചീറി. എന്നാൽ അമ്മയോടാവാം. അച്ഛനും അമ്മയും എന്താ കരുതിയത്? എന്ത് ക്രൂരതയും എന്നോടാകാമെന്നോ? അച്ഛനും അമ്മയും എന്നോട് നീതി കാണിച്ചില്ലെങ്കിൽ തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെ ഇരിക്കും. എൻ്റെ ചോറ് തിന്നുകയും എന്നോട് പടപൊരുതുകയും ചെയ്യുന്ന ഏർപ്പാടങ്ങ് നിർത്തിയേക്ക്. ഏതെങ്കിലും ഒന്നു മതി. നക്കാപ്പിച്ച അനുഭവിക്കുന്നതിൽ ആർക്കെങ്കിലും അഭിമാനക്കേടുണ്ടെങ്കിൽ ആ വിവരവും തുറന്നു പറഞ്ഞേക്ക്. ഇതുവരെ തന്നതിനൊന്നും ഞാൻ അവകാശം പറയുന്നില്ല. എല്ലാം നിങ്ങളെടുത്തോ. ഇനി ആർക്കും ഒന്നും വേണ്ടെന്ന് സമ്മതിച്ചാൽ മതി. വിമല നിന്ന് കിതച്ചു. അധ്യായം 31. ഇവിടെ ആർക്കാ നിന്നോട് വിരോധം? ആരും നിന്നോട് നീതികേട് കാണിച്ചില്ല, കാണിക്കുകയുമില്ല. മാധവിയമ്മ തണുത്തു. വിരോധമില്ലേ? അമ്മയുടെ മനസ്സാ ഏറ്റവും ദുഷിച്ചത്. ഏറ്റവും കള്ളം പറയുന്നത് അമ്മയാ. പെറ്റ തള്ളന്മാർക്ക് മക്കളോടിങ്ങനെ പക്ഷാഭേദമുണ്ടാകുന്നതാ ഭയങ്കരം. അച്ഛൻ്റെയും കണ്ണ് കാശ് കണ്ടപ്പോൾ മഞ്ഞളിച്ചു പോയി. എങ്ങനെയും എന്നെ പിഴിഞ്ഞ് ഉള്ള നീരത്രയും ഊറ്റിയെടുക്കണമെന്നേയുള്ളൂ. സ്നേഹമെന്ന് പറയുന്നത് ഒരെണ്ണത്തിനില്ല. ഞാൻ എന്തു തന്നാലും പുച്ഛവും നിന്നയും. എന്നാൽ നിന്റേത് വേണ്ടെന്നാരും പറയാത്തതെന്ത്? വിമല അജിതയുടെ നേർക്ക് തിരിഞ്ഞു. നിനക്കിനി വേണോടി എൻ്റെ നക്കാപ്പിച്ച? ആരും ഓക്കാനിച്ച് വാങ്ങണ്ട. എനിക്കിപ്പോഴറിയണം. ഗൾഫിൽ ചെന്ന് ഞാൻ വ്യഭിചരിക്കുകയാണെന്നല്ലേ നീ പറഞ്ഞത്? അവൾ അങ്ങനൊന്നും പറഞ്ഞില്ല. മാധവിയമ്മ ഇടപെട്ടു. അജിത ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി. അജയനുമുണ്ടോടാ എൻ്റെ കാശുപയോഗിക്കുമ്പോൾ ഓക്കാനം? ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോ. ചേച്ചി കാശ് തന്ന് ഇനി നിന്നെ വിഷമിപ്പിക്കുകയില്ല. അജയനും രംഗത്തു നിന്ന് പിന്മാറി. ഒരുത്തരും ഒഴിഞ്ഞു മാറണ്ട. ഇനി ഓരോരുത്തരും എന്നോട് പണം ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ അയച്ചു തരൂ, തീർച്ച. വീട്ടിൽ അസ്വസ്ഥത പുകഞ്ഞുകൊണ്ടിരുന്നു. ഗൾഫിലേക്ക് മടങ്ങേണ്ട ദിവസങ്ങളെടുത്തപ്പോൾ മാധവിയമ്മ കുറേശ്ശെ ലോഹ്യം പ്രകടിപ്പിച്ചു തുടങ്ങി. ഓരോ ആവശ്യങ്ങളുടെ പട്ടിക നിരന്നു. അജിതയ്ക്കും അജയനും ആവശ്യം വേണ്ടുന്ന പണത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ വിമല പറഞ്ഞു, അവർക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കും. ചോദിക്കാൻ അപമാനം തോന്നുന്നവർക്ക് അനുഭവിക്കാൻ അവകാശമില്ലെന്ന് അമ്മ തന്നെ പറഞ്ഞേക്ക്. അജിതയും അജയനും അടുത്തതേയില്ല. വിഷുവിനിടയ്ക്ക് വന്ന് ബിസിനസ് തുടങ്ങാനുള്ള പണം ചോദിച്ചു. ഒരുത്തൻ്റെയും കക്കാതെയും മോഷ്ടിക്കാതെയും ജീവിക്കാൻ വിശേട്ടന് പറ്റുന്നുണ്ടല്ലോ. അത്രയും സൗകര്യം ഞാൻ ചെയ്തു തന്നില്ലേ? ഇനി തന്നെത്താൻ കുടുംബം നോക്കി പഠിക്കുക. ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല, വിമല തീർത്തു പറഞ്ഞു. വിമലയെ തളച്ചിട്ടിരുന്ന ചങ്ങലകൾ അവൾ ബലമായി അറുത്തുമാറ്റിയെന്ന് കുടുംബാംഗങ്ങൾക്കെല്ലാം മനസ്സിലായി. ഇനി അവളെ തങ്ങളുടെ വരുതിയിൽ കിട്ടുകയില്ലെന്നും ഇനിയുള്ള കാലം അവളോട് ഇണങ്ങിക്കൂടി നിന്ന് അവളുടെ ഔദാര്യ മനസ്ഥിതിയിൽ നിന്ന് മുതലെടുക്കുകയേ വഴിയുള്ളൂവെന്ന് മാധവിയമ്മ തൻ്റെ മക്കളെയെല്ലാം ഉപദേശിച്ചു. ജോലിസ്ഥലത്തെത്തിയ ഉടൻ വിമല അമ്മിണിയെ വിവരങ്ങൾ ധരിപ്പിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ് അമ്മിണി പറഞ്ഞു, നന്നായി. തൻ്റെ ഇടത്തോടെയുള്ള നിലപാട് മാത്രമേ അവരുടെ അടുക്കൽ വിലപ്പോവൂ. ഇനി ജീവിക്കാൻ ഉത്സാഹമായി. 1.5 ലക്ഷം രൂപ തികച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാണ്. നിന്റെ മുഖത്തത് കാണാം. പ്രസരിപ്പ് കൂടി, തിടുക്കം കൂടി, തിളക്കവും കൂടി. ദാസേട്ടനെയും പ്രമീള ചേച്ചിയെയും വിവരമറിയിക്കണം. അവരാണല്ലോ ഇടനിലക്കാർ. എന്തെല്ലാമാണ് അവരെനിക്ക് നേടിത്തരുന്നത്. പ്രതാപൻ അവധി കഴിഞ്ഞു വന്നോ? അറിഞ്ഞുകൂടാ. വീട്ടിൽ വന്നു പോയതിൽ പിന്നെ വിവരമൊന്നുമില്ല. നിനക്ക് അയാളുടെ നാട്ടിലൊന്നു പോകാമായിരുന്നു. തനിച്ചോ? നിനക്ക് 2 ആങ്ങളമാരില്ലേ? അതുള്ളതും ഇല്ലാത്തതും കണക്കാ. എന്നാൽ അച്ഛമ്മയെ കൂട്ടാമായിരുന്നല്ലോ. പ്രതാപൻ്റെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ? പ്രതാപൻ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. വരട്ടെ, സമയമുണ്ടല്ലോ. ഏതായാലും 1 വർഷത്തിനിപ്പുറം നടക്കാൻ പോകുന്നില്ല. വിമല പ്രമീളയുടെ വീട്ടിൽ പോയി കൃഷ്ണദാസിനെയും പ്രമീളയെയും വിവരങ്ങൾ അറിയിച്ചു. അവർക്കും സന്തോഷമായി. അന്ന് തന്നെ തിരിച്ചു പോന്നു. ഈയിടെ ഉറങ്ങാൻ വൈകുന്നു. ഓരോ ആലോചനകളാണ്, കണക്കുകൂട്ടലുകൾ, സങ്കല്പങ്ങൾ. പ്രതാപനും താനുമായുള്ള വിവാഹം. ആ അടിത്തറയിൽ നിന്ന് ഓരോ പ്ലാനുകൾ മെനയുകയാണ് മനസ്സ്. ഓരോ ദിവസത്തെ ജീവിതം പോലും തിട്ടപ്പെടുത്താൻ കഴിയുന്നു. പാചകം, വീട് വൃത്തിയാക്കൽ, അലക്ക്,
കിടക്ക വിരിക്കൽ മുതലായവയെല്ലാം ചിട്ടയോടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു രാത്രിയിലെ സങ്കല്പം എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാനൊക്കില്ല. ചിലപ്പോൾ താൻ ഗർഭിണിയായി കഴിഞ്ഞിരിക്കും. ചിലപ്പോൾ 1-2 കുട്ടികളെ പ്രസവിക്കുകയും 3-4 വയസ്സുവരെ വളർത്തുകയും ചെയ്തിരിക്കും. അപ്പോഴേക്കും ഉറങ്ങിപ്പോകും. അടുത്ത ദിവസം സങ്കല്പത്തിൻ്റെ തുടർച്ചയല്ല കാണുക. അടിത്തറ മുതൽ വീണ്ടും സങ്കല്പം മെനയുകയാണ്. ഒട്ടും ഉറക്കം വരാത്ത ഒരു രാത്രിയിലത് ആദ്യത്തെ പുത്രൻ്റെ വിവാഹദിനത്തോളം എത്തിയിരുന്നു. പുറമേ നിശ്ചല തടാകത്തിൻ്റെ ശാന്തത, സ്ഫടിക സമാനമായ ജലപ്പരപ്പ്, ഒരു കൊച്ചു തരംഗം പോലുമില്ല. എന്നിരിക്കലും അടിയൊഴുക്കുകൾ എത്ര ശക്തം, എത്ര തീഷ്ണം! ആ പ്രവാഹത്തിന് ചിലപ്പോൾ ഒരു മഹാനഗരത്തെ കുത്തിയൊലിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കരുത്തുണ്ടെന്ന് തോന്നും. അല്ലെങ്കിൽ ഒരു മഹാമേരുവിനെ ഇടിച്ചു നിരത്താൻ എൻ്റെ ദുർബലമായ ശരീരക്കൂടിനകത്തെ ദുർബലമായ മനസ്സിന് എങ്ങനെ ഈ ശക്തി കൈവരുന്നു? ചിലപ്പോഴത്തെ ചിന്തകളുടെ ഊറ്റത്തിനു മുൻപിൽ നഗരങ്ങളും കോട്ടകളും പർവ്വതങ്ങളും നേരിടാൻ ശങ്കിച്ച് പിന്നോട്ടുഴറി നിൽക്കുന്നതായി തോന്നിയിട്ടുണ്ട്. സ്നേഹവും ആഗ്രഹവും അതിൻ്റെ സ്വപ്നങ്ങളും കൂടി തീർക്കുന്ന അഹംഭാവമല്ലേ? ഈശ്വര, ഞാൻ എത്രയോ ബലഹീനയാണ്, എന്തുമാത്രം നിസ്സഹായയാണ്. സ്നേഹം തരുന്ന ശക്തിയും മോഹങ്ങളുമല്ലാതെ എനിക്കെന്തുണ്ട്? അതൊന്നുമില്ലെങ്കിൽ ഞാൻ ആര്? മനസ്സിൻ്റെ വീർപ്പുമുട്ടലിൽ ചിലപ്പോൾ കരയാൻ തോന്നും. എന്തിനെന്നറിയാതെ. അവധി കഴിഞ്ഞ് പ്രതാപൻ തിരിച്ചെത്തി. വിമലയെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നു. പ്രതാപൻ്റെ കല്യാണമൊക്കെ നിശ്ചയിച്ചെന്ന് കേട്ടല്ലോ. അമ്മിണി ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. നിശ്ചയിച്ചു? ഞങ്ങളെയൊന്നും അറിയിക്കാതെയോ? നിങ്ങളെ അറിയിക്കാൻ ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിരുന്നല്ലോ. പ്രതാപൻ വിമലയെ നോക്കി ചിരിച്ചു. കുശലങ്ങളൊക്കെ വേഗം കഴിഞ്ഞു. സ്വകാര്യ സംഭാഷണത്തിന് അമ്മിണി 2 പേരെയും പാർലറിലേക്ക് അയച്ചു. എൻ്റെ വീട്ടിലെല്ലാവരോടും പറഞ്ഞു. പ്രതാപൻ അറിയിച്ചു. എന്നിട്ട്? എല്ലാവർക്കും ഇഷ്ടമായില്ല. എന്നിൽ നിന്ന് കിട്ടാനില്ലാത്തവർ നല്ലത് പറഞ്ഞു. വല്ലതും കിട്ടിക്കൊണ്ടിരുന്നവർക്ക് അത് പാടെ നിന്നു പോകുമെന്ന് പേടി. എന്നെപ്പോലെ നഷ്ടപരിഹാരമൊന്നും കൊടുക്കേണ്ടി വരില്ലല്ലോ. അതില്ല. ഞാൻ പോന്നതിന് ശേഷം വിമലയുടെ വീട്ടുകാരുടെ സമീപനം എങ്ങനെ? പരിഹാരത്തുക കുറഞ്ഞു പോയെന്ന പരാതിയുണ്ട്. പിന്നെ നീരസം, അമർഷം. സാരമില്ല, പണം നമുക്കൊന്നിച്ചുണ്ടാക്കാം, എത്രയും വേഗം. പ്രതാപൻ യാത്ര പറഞ്ഞു പോയി. പിന്നീട് 4 മാസത്തിന് ശേഷമാണ് തമ്മിൽ കാണുന്നത്. ഇടയ്ക്കൊരു തവണ ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്തിരുന്നു. ഒഴിവു ദിവസം രാവിലെ സ്നേഹിതൻ്റെ സ്കൂട്ടറുമായി ക്വാർട്ടേഴ്സിൽ വന്നു. ആദ്യ നോട്ടത്തിൽ ക്ഷീണിതനും പരവശനുമാണെന്ന് തോന്നി. ഓജസ് അല്പം കുറഞ്ഞ പോലെ. നോട്ടത്തിൻ്റെ ദാർഢ്യം കുറഞ്ഞു. അലച്ചിലായിരുന്നു. പ്രതാപൻ പറഞ്ഞു. അല്പനേരം സംസാരിച്ചിരുന്നു. വിമല വരുന്നോ ബീച്ചിൽ? ഈ രാവിലെയോ? നമ്മൾ എന്തിനു സമയം നോക്കുന്നു? വെറുതെ ഒന്ന് കറങ്ങാം. വിമല മടിച്ചിരുന്നു. അമ്മിണി പ്രോത്സാഹിപ്പിച്ചു. ചെല്ലു പെണ്ണേ. അതിനല്ലേ പ്രതാപൻ മെനക്കെട്ട് ആരാണ്ടടെ സ്കൂട്ടറും അടിച്ചെടുത്തുകൊണ്ട് വന്നത്. നിരാശപ്പെടുത്തണ്ട. പ്രതാപൻ്റെ പിന്നിൽ സ്കൂട്ടറിലിരിക്കുമ്പോൾ വിമലയ്ക്ക് വല്ലായ്മ തോന്നി. ഇത് വേണ്ടിയിരുന്നോ? നഗരത്തിൽ വെറുതെ ചുറ്റിക്കറങ്ങി. ബീച്ചിൽ പോയി. കണ്ടുമുട്ടലുകളുടെ തീരം. ചിലപ്പോൾ കണ്ടെത്തലിൻ്റെയും. ബീച്ചിൽ കടലലകളെയും നോക്കി വെറുതെ ഇരുന്നു. ഒന്നും പറയാനില്ല. മനസ്സ് വരണ്ടു കിടക്കുന്നത് പോലെ. ഞാൻ ഉദ്ദേശിച്ചത്ര ത്രില്ലില്ല. പ്രതാപൻ ചിരിയോടെ പറഞ്ഞു. എന്ത് ത്രില്ല്? കുറേ പ്രശ്നങ്ങളൊക്കെ വേണം. ഇതങ്ങ് തണുത്തുപോയി. വിവാഹം തീരുമാനിക്കപ്പെട്ടു. അടുത്ത കൊല്ലം നടക്കുകയും ചെയ്യും. വന്നടുക്കേണ്ട കപ്പലും കാത്ത് മാസങ്ങൾക്ക് മുൻപ് തുറമുഖത്ത് വന്നിരിക്കുന്നവൻ്റെ അവസ്ഥ. തിരിച്ചു പോരാൻ സ്കൂട്ടറിൽ കയറുമ്പോൾ പ്രതാപൻ പറഞ്ഞു. വിമല എൻ്റെ താമസ സ്ഥലം കണ്ടിട്ടില്ലല്ലോ. അങ്ങോട്ട് പോകാം. വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് മുൻപേ സ്കൂട്ടർ പാഞ്ഞു. തൻ്റെ മറുപടി പ്രതാപൻ പ്രതീക്ഷിക്കുന്നേയില്ലെന്ന് വിമലയ്ക്ക് മനസ്സിലായി. മറുത്തു പറയുകയില്ലെന്ന വിശ്വാസമാണോ? അതോ മറുത്തു പറയാനുള്ള പഴുതടച്ചോ? പ്രതാപൻ താമസിക്കുന്നിടത്തെത്തി. ക്വാർട്ടേഴ്സാണ്. സഹപ്രവർത്തകരെയൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തി. ഞാൻ കെട്ടാൻ പോണ പെണ്ണ. പറഞ്ഞിട്ടില്ലേ വിമല? വിവാഹകാര്യമെല്ലാം കൂട്ടുകാരോട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി. ക്വാർട്ടേഴ്സിന് സൗകര്യക്കുറവൊന്നുമില്ല. ഒരു വിസിറ്റിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ. ഞാനൊരു ചായ ഇടാം. പ്രതാപൻ പെട്ടെന്ന് സ്റ്റൗ കത്തിച്ച് ചായ തയ്യാറാക്കി. എന്താ വിമല പരിങ്ങി നിൽക്കുന്നത്? കല്യാണം കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കിടക്കറ. പ്രതാപൻ ബെഡിൽ പിടിച്ചിരുത്തി. ചായ കഴിച്ച ഗ്ലാസ് പ്രതാപൻ വാങ്ങി കട്ടിലിനടിയിൽ വെച്ചു. പ്രതാപൻ എഴുന്നേറ്റ് പോയി വാതിൽ ചാരിയിട്ട് വന്നു. വിമലയ്ക്ക് പന്തുകേട് തോന്നി. പ്രതാപൻ്റെ മുഖം മാറിയിരിക്കുന്നു. പാരവേശ്യം, ചെന്നുകളിൽ രക്തച്ചവി. അയാൾ തൊട്ടു മുൻപിൽ വന്നു നിന്ന് തോളുകളിൽ കൈവച്ചപ്പോൾ വിമല വിറയ്ക്കാൻ തുടങ്ങി. വിമല എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വിമലേ! ശാസിച്ചുള്ള വിളി.
നെറ്റിയിലും കണ്ണുകൾക്ക് മീതെയും ചുണ്ടുകളുടെ ചൂടുസ്പർശം വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് താണു പോവുകയാണെന്ന് വിമലയ്ക്ക് തോന്നി. ശക്തമായ ആലിംഗനം ഉരുക്കുകമ്പികൾ കൊണ്ട് ബന്ധിച്ചതുപോലെ കിതപ്പ് മുഖത്തു തന്നെ വന്നലയ്ക്കുന്നു. എന്തൊരു ചൂട്, എന്തൊരു ഭ്രാന്ത് ചുണ്ടുകൾക്കും വിരലുകൾക്കും. മനസ്സാന്നിധ്യം വീണ്ടു കിട്ടിയപ്പോൾ വിമല ചെറുത്തു. സംഗതിയുടെ സങ്കീർണ അവസ്ഥ മനസ്സിലായി. വഴങ്ങുകയുമരുത്. പ്രതാപന് അല്പം പോലും കുറച്ചിലോ അഭിമാനക്ഷതമോ ഉണ്ടാവുകയുമരുത്. വളരെ സൂക്ഷ്മതയോടെ അവൾ ചെറുത്തുനിൽപ്പ് തുടർന്നു. പ്രതാപനെ തള്ളിമാറ്റുകയോ എതിർത്തൊരു വാക്ക് പറയുകയോ ചെയ്തില്ല. ശാഠ്യം പിടിച്ച കുട്ടിക്ക് വിലയേറിയ കളിപ്പാട്ടം ഏതായാലും വിട്ടുകൊടുത്തു. തൊടാം, തലോടാം, ഉമ്മ വയ്ക്കാം, മടിയിലെടുത്തു വച്ച് ലാളിക്കാം. പക്ഷെ കേടുവരുത്താതെ എറിഞ്ഞുടയ്ക്കാതെ ഒരു കൈ തടയുന്നു. വിമല പ്രതാപന്റെ മുഖം തൻ്റെ മുഖത്തു നിന്നും അടർത്തി മാറ്റി. ഒരേ അളവിൽ ദൈന്യതയും സ്നേഹശാസനയും കുസൃതിപുഞ്ചിരിയും കലർത്തി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി നിഷേധാർത്ഥത്തിൽ മന്ദമായി തലയാട്ടി. പ്രതാപന്റെ മുഖം വല്ലാതെ ചുവന്നു. അഭിമാനം മുറിപ്പെട്ടതിൻ്റെ ഒരു ഭാവമാറ്റം. അയാൾ പിടിവിട്ട് എഴുന്നേറ്റ് പോയി. വിമല അല്പനേരം അയാളെ നോക്കിയിരുന്നു. പുറന്തിരിഞ്ഞാണിരിപ്പ്. നന്നായി മനസ്സിൽ കൊണ്ടിട്ടുണ്ടെന്ന് വ്യക്തമായി. അവൾ എഴുന്നേറ്റു. സ്ഥാനം തെറ്റിയ വസ്ത്രങ്ങൾ നേരെയാക്കി, മുടി മാടിയൊതുക്കി, സാവധാനം നടന്ന് പ്രതാപന്റെ കസേരയ്ക്ക് പുറകിലെത്തി. 2 കൈത്തലവും അയാളുടെ ശിരസിൽ വെച്ചു. മുടിയിൽ വിരലുകൾ കിടത്തി മൃദുവായി തഴുകി. സ്നേഹക്കുറവുകൊണ്ടല്ല, വിശ്വാസമില്ലാഞ്ഞിട്ടുമല്ല, അവൾ പതുക്കെ പറഞ്ഞു. അയാൾ മാത്രം കേൾക്കാൻ വേണ്ടി. പാപബോധം, ആത്മാവിൻ്റെ ശാസന. അതിനെ മറികടക്കാൻ അവളുടെ ശബ്ദം പതറി. വിരലുകൾ അയാളുടെ മുഖത്തേക്ക് തഴുകിയിറങ്ങി. പ്രതാപൻ വിഷമിക്കരുത്. എനിക്കറിയാം, എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന്. അയാൾ ശിരസ് പിന്നോട്ട് മലർത്തി ഒന്ന് നോക്കി. അവളുടെ കൈ പിടിച്ച് കൈവെള്ളയിൽ ചുംബിച്ചു. പിന്നെ എണീറ്റ് ബാത്റൂമിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ മടങ്ങി വന്നു. കരഞ്ഞുവോ? കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. മുഖം കഴുകി തുടച്ചുകൊണ്ടാണ് വന്നത്. പോകാം. പുറത്തിറങ്ങും മുൻപ് അണച്ചു പിടിച്ചു പറഞ്ഞു. സോറി, വെരി സോറി. മനസ്സിൻ്റെ വിശപ്പ്. കാണുമ്പോഴും മിണ്ടുമ്പോഴും ശമിക്കും. ശരീരത്തിൻ്റെ വിശപ്പും അവകാശബോധവുമോ? മൂർധാവിൽ ഒരുമ്മ. പിന്നെ കൈ പിടിച്ചുകൊണ്ട് വെളിയിലേക്കിറങ്ങി. അടുത്ത ഭാഗം നാളെ.